राघवा जय कुंज बिहारी जय गोपी जन वल्लभा जय गिरिवरधारी जय गिरिवरधारी जय यशोदानन्दना जय व्रज जनरञ्जना जय यमुनातीरवनचारी जय कुञ्ज बिहारी जय यमुनातीरवनचारी जय कुञ्ज बिहारी जय राधा माधव जय कुंज बिहारी हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवतीरुत्तमश्लोके भक्तिर्भवति नैष्टिकी। मूगं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनदारिणम्। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधरा श्रीवासादि गौर भक्तवृंद। नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते महाविष्णु गोस्वामिनिति नामिने। नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदांत स्वामिनिति नामिने। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। हरे कृष्ण ഹരേ കൃഷ്ണ മാതാജി കേൾക്കാലോ അല്ലെ? കേൾക്കാം മാജി, കേൾക്കാം. ഹരേ കൃഷ്ണ. കൃഷ്ണ കൃപയാൽ വൈഷ്ണവരുടെ കൃപയാൽ ശ്രീമദ് ഭാഗവതം 1-2-23 ആണ് എനിക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന ശ്ലോകം. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഹരേ കൃഷ്ണ. ശ്ലോകം 1-2-23. സത്വം രജസ്തമൈതി പ്രകൃതിർഗുണാസ്തേ യുക്താ പരപുരുഷ ഏക ഇഹാസ്യ ധത്തെ സ്ഥിത്യാധയേ ഹരിവിരിഞ്ചി ഹരേതി സംജ്ഞാ ശ്രേയാംസി തത്ര ഖലു സത്വതനോ നൃണാം സ്യുഃ. സത്വം രജസ്തമൈതി പ്രകൃതിർഗുണാസ്തേ യുക്താ പരപുരുഷ ഏക ഇഹാസ്യ ധത്തെ സ്ഥിത്യാധയേ ഹരിവിരിഞ്ചി ഹരേതി സംജ്ഞാ ശ്രേയാംസി തത്ര ഖലു സത്വതനോ നൃണാം സ്യുഃ. സത്വം രജസ്തമൈതി പ്രകൃതിർഗുണാംസ്തേ യുക്താ പരപുരുഷ ഏക ഇഹാസ്യ ധത്തെ സ്ഥിത്യാധയേ ഹരിവിരിഞ്ചി ഹരേതി സംജ്ഞാ ശ്രേയാംസി തത്ര ഖലു സത്വതനോ നൃണാം സ്യുഃ. വേർഡ് ബൈ മീനിങ്. സത്വം സത്വഗുണം, രജ രജോ ഗുണം, ഇത് ഇപ്രകാരം, പ്രകൃതി ഭൗതിക പ്രകൃതിയുടെ, ഗുണ ഗുണങ്ങൾ, തൈ അവരാൽ,
യുക്തഃ സംയുക്തമായി, പരഃ അതീന്ദ്രിയം, പുരുഷഃ പുരുഷൻ, ഏകഃ ഏകം, ഇഹ അസ്യ ഭൗതിക ലോകത്തിന്റെ ധത്തെ അംഗീകരിക്കുന്നു. സ്ഥിതി ആദയ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളെ സംബന്ധിച്ച് ഹരി വിഷ്ണു, പരമദിവ്യോത്തമ പുരുഷൻ, വിരിഞ്ചി ബ്രഹ്മദേവൻ, ഹര ശിവഭഗവാൻ, ഇതി അപ്രകാരം സംജ്ഞന വ്യത്യസ്ത ലക്ഷണങ്ങൾ, ശ്രേയാംസി പരമനേട്ടം, തത്ര ഇവിടെ, ഖലു നിശ്ചയമായും, സത്വ സത്വഗുണം, താനോഹോ സ്വരൂപം, നൃണാം മനുഷ്യനാൽ, സ്യു നേടുന്നു. പ്രവർത്തനം ഭാവാർത്ഥം. ഹിസ് ഡിവൈൻ ഗ്രേസ് എ.സി. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളായ സത്വം, രജസ്, തമസ് എന്നിവയിൽ പരമദിവ്യോത്തമ പുരുഷൻ പരോക്ഷമായി സമ്മേളിച്ചിരിക്കുന്നു. മാത്രവുമല്ല, ഭൗതിക പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കായി ഭഗവാൻ ബ്രഹ്മ, വിഷ്ണു, ശിവൻ എന്നീ ഗുണപരങ്ങളായ 3 രൂപങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. ഈ 3 രൂപങ്ങളിലും സത്വഗുണ പ്രധാനിയായ വിഷ്ണു ഭഗവാനിൽ നിന്നും പരമക്ഷേമം നേടാൻ കഴിയുന്നു. പ്രഭുപാദ് കി ജയ്. ശ്രീകൃഷ്ണ ഭഗവാന് അദ്ദേഹത്തിന്റെ പൂർണ്ണ വിസ്താരങ്ങളാൽ ആശയങ്ങളാൽ ഭക്തിയുത സേവന സമർപ്പണം നടത്തണമെന്ന് മുകളിൽ വിശദീകരിച്ചിരിക്കുന്നത് പോലെ ഈ പ്രസ്താവനയിൽ സ്ഥിരീകരിച്ചിരിക്കുന്നു. ശ്രീകൃഷ്ണ ഭഗവാനും അദ്ദേഹത്തിന്റെ അഭിവാജ്യ ഘടകങ്ങളുമെല്ലാം വിഷ്ണു തത്വം അഥവാ പരമദിവ്യോത്തമ പുരുഷന്റെ വിഭുത്വം ആകുന്നു. ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്ന് ആരംഭിക്കുന്ന പരമദിവ്യോത്തമ പുരുഷന്റെ 2ാമത്തെ അവതാരം ബലദേവനും, ബലദേവനിൽ നിന്നും സംഘർഷനും, സംഘർഷനിൽ നിന്ന് വിഷ്ണു പുരുഷ അവതാരങ്ങളും എന്നിങ്ങനെ പരമദിവ്യോത്തമ പുരുഷന്റെ അവതാരങ്ങൾ വിസ്തൃതമാകുന്നു. വിഷ്ണു അഥവാ ഭൗതിക ലോകത്തിലെ സത്വഗുണ പ്രധാനിയായ പ്രതിനിധിയായ ദേവൻ, ക്ഷീരോദശകായ വിഷ്ണു അഥവാ പരമാത്മാവ് എന്നറിയപ്പെടുന്ന പുരുഷ അവതാരമാകുന്നു. ബ്രഹ്മദേവൻ രജോ ഗുണപ്രധാനിയും ശിവഭഗവാൻ തമോ ഗുണപ്രധാനിയുമായ ദേവനാകുന്നു. ഈ ഭൗതിക ലോകത്തിലെ ത്രിഗുണങ്ങളുടെ 3 വകുപ്പ് തലവന്മാരാണ് ഈ ദേവന്മാർ. വിഷ്ണുവിന്റെ സത്വഗുണത്താൽ സൃഷ്ടികർമ്മം സംഭവ്യമാകുന്നു. ഉന്മൂലനം ആവശ്യമായി വരുമ്പോൾ ശിവദേവൻ താണ്ഡവ നൃത്തത്താൽ ആ കർമ്മം നിറവേറ്റുന്നു. ഭൗതികവാദികളും മൂഢന്മാരും ബ്രഹ്മദേവനെയും ശിവദേവനെയും യഥാനുക്രമം ഉപാസിക്കുന്നു. എന്നാൽ ശുദ്ധ അതീന്ദ്രിയവാദികൾ സത്വഗുണപ്രധാന സ്വരൂപമായ വിഷ്ണു ഭഗവാനെയും അദ്ദേഹത്തിന്റെ അസംഖ്യം രൂപങ്ങളെയും ആരാധിക്കുന്നു. വിഷ്ണു ഭഗവാൻ ദശലക്ഷക്കണക്കിന് പൂർണ്ണരൂപങ്ങളിലും പാർത്ഥക്യ രൂപങ്ങളിലും അവതരിച്ചു. പൂർണ്ണരൂപങ്ങളെ പരമദിവ്യോത്തമ പുരുഷനെന്നും പാർത്ഥക്യ രൂപങ്ങളെ ജീവാത്മാക്കൾ എന്നും വിളിക്കുന്നു. ജീവാത്മാവിനും പരമപുരുഷനും അവരുടേതായ യഥാർത്ഥ ആത്മീയ സ്വരൂപങ്ങളുണ്ട്. ജീവാത്മാക്കൾ വല്ലപ്പോഴുമൊക്കെ മായാശക്തിക്ക് അധീനരാകുന്നു. എന്നാൽ വിഷ്ണു രൂപങ്ങൾ സദാ ഈ മായാശക്തിയുടെ നിയന്ത്രകരാണ്. ഭൗതിക ലോകത്തിൽ വിഷ്ണു പരമദിവ്യോത്തമ പുരുഷനായ വിഷ്ണു ഭൗതിക ലോകത്തിൽ അവതരിക്കുമ്പോഴൊക്കെ മായാശക്തിക്ക് അധീനരായ ബദ്ധജീവാത്മാക്കളെ പരിത്രാണനം ചെയ്യുന്നു. പ്രഭുക്കന്മാരായി തീരുക എന്ന ലക്ഷ്യത്തോടെ അത്തരം ജീവാത്മാക്കൾ ഭൗതിക ലോകത്തിൽ ആവിർഭവിക്കുകയും ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ അകപ്പെടുകയും ചെയ്യുന്നു. അപ്രകാരം വ്യത്യസ്ത കാലയളവിലേക്കുള്ള തടവിന് വിധേയരായ ജീവാത്മാക്കൾ അവരുടെ ഭൗതിക ആവരണങ്ങൾ മാറ്റേണ്ടതായി വരുന്നു. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ കുരുക്കിൽ അകപ്പെടുകയാൽ വിവിധ കാലയളവിന് തടവിന് വിധിക്കപ്പെട്ട ജീവാത്മാക്കൾ ശിക്ഷ അനുഭവിക്കാനായി പലവിധങ്ങളായ രൂപങ്ങളിൽ ജന്മമെടുക്കുന്നു. പരമദിവ്യോത്തമ പുരുഷന്റെ നിർദ്ദേശാനുസരണം ബ്രഹ്മദേവൻ ഭൗതിക ലോകമാകുന്ന കാരാഗ്രഹം നിർമ്മിച്ചു. ഒരു കൽപ്പവാസം സമഗ്രവും ഉന്മൂലനവും ചെയ്യപ്പെടുന്നു. സംസ്ഥാന സർക്കാർ അനേകം ജയിലുകൾ സംരക്ഷിക്കുന്നത് പോലെ ബ്രഹ്മദേവൻ സൃഷ്ടിച്ച ഭൗതിക ലോകമാകുന്ന കാരാഗ്രഹം വിഷ്ണുവിനാൽ സംരക്ഷിക്കപ്പെടുന്നു. ആകയാൽ ജനിമൃതി, ആവർത്തന ചക്രം, മരണം, രോഗം, വാർദ്ധക്യം തുടങ്ങിയ ക്ലേശ സമ്പൂർണമായ ഭൗതിക അസ്തിത്വ കാരാഗ്രഹത്തിൽ നിന്നും പുറത്തു വരാൻ അഭിലാഷിക്കുന്ന ഏതൊരാളും അത്തരം മുക്തിക്കായി വിഷ്ണു ഭഗവാനെ പ്രീതിപ്പെടുത്തണം. ഭക്തിയുത സേവന പ്രവർത്തനത്താൽ മാത്രമേ വിഷ്ണു ഭഗവാനെ ആരാധിക്കാവൂ. മാത്രവുമല്ല, ഭൗതിക ലോകത്തിൽ ജയിൽ ജീവിതം തുടരേണ്ടി വരുന്ന ഏതൊരാൾക്കും താൽക്കാലിക ആശ്വാസത്തിനായി കേവലമായ സൗകര്യങ്ങൾക്ക് ശിവൻ, ബ്രഹ്മാവ്, ഇന്ദ്രൻ, വരുണൻ തുടങ്ങിയ വ്യത്യസ്ത ദേവന്മാരോട് ആവശ്യപ്പെടാം. എന്നാൽ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട ഭൗതിക അസ്തിത്വത്തിലുള്ള ജീവാത്മാവിനെ ബദ്ധ ജീവിതത്തിൽ നിന്നും വിമോചിപ്പിക്കുവാൻ യാതൊരു ദേവനും സാധ്യമല്ല. വിഷ്ണുവിനാൽ
മാത്രം സാധ്യമാണത്. ആകയാൽ അത്യന്തികമായ നേട്ടം പരമദിവ്യോത്തമ പുരുഷനായ വിഷ്ണുവിൽ നിന്ന് മാത്രമേ പ്രാപ്തമാകാൻ സാധ്യമുള്ളൂ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം 1:2:23 ആണ് ഞാനിവിടെ വായിച്ചത്. വിവർത്തനം ഭാവാർത്ഥം. ഇവിടെ ഈ ശ്ലോകത്തില് പ്രഭുപാദർ ഇവിടെ പറയുന്നത് എന്ന് വെച്ചാൽ നമ്മളുടെ ഭൗതിക ലോകം എന്ന് പറയുന്നത് 3 ഗുണങ്ങളാലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഭൗതിക ലോകം അവിടെ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്ന ഈ ശക്തികളിലാണ് ഭൗതിക ലോകം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഭൗതിക ലോകം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ 3 ഗുണങ്ങളാലാണ്. അപ്പൊ ഇവിടെ നമ്മുടെ ഈ ലോകത്ത് തന്നെ നമുക്ക് വെറൈറ്റീസ് എന്നാണ് പ്രഭുപാദ് പറയുന്നത്. വെറൈറ്റീസ്, വൈവിധ്യങ്ങൾ, പല രീതിയിലുള്ള പല വൈവിധ്യങ്ങളായിട്ടുള്ള ലിവിങ് എൻറ്റിറ്റീസിനെ വൈവിധ്യങ്ങളെ നമുക്ക് കാണാൻ പറ്റും. അതായത് ഉദാഹരണത്തിന് നമുക്ക് പറയാം, മരങ്ങൾ, വെറൈറ്റീസ് ഓഫ് മരങ്ങൾ ഉണ്ടാവും, ജന്തുക്കള് വൈവിധ്യമായ ജന്തുക്കൾ ഉണ്ടാവും. പിന്നെ മനുഷ്യർ തന്നെ പല വെറൈറ്റീസ് ഉണ്ട്, പല നിറത്തില്, ഗുണങ്ങള്, അങ്ങനെ സ്വഭാവത്തിലുള്ള ഒരുപാട് തരത്തിലുള്ള വെറൈറ്റീസ് ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ എവിടെ പോയാലും നമുക്ക് ഈ ഭൗതിക ലോകത്ത് വെറൈറ്റീസ് ആണ് കാണാൻ കഴിയുക. വൈവിധ്യങ്ങളാണ്, പലതരത്തിലുള്ള വൈവിധ്യങ്ങളാണ് നമുക്ക് ഈ ഭൗതിക ലോകത്ത് കാണാൻ കഴിയുന്നത്. അപ്പം ഈ വൈവിധ്യങ്ങൾക്ക് എല്ലാത്തിന്റെയും കാരണം എന്ന് പറയുന്നത്, പ്രഭുപാദർ പറയുന്ന ഈ 3 ഗുണങ്ങൾ ഉള്ളത് കൊണ്ടാണ് വൈവിധ്യങ്ങൾ ഈ ഭൗതിക ലോകത്ത് നിറഞ്ഞു നിൽക്കുന്നത്. ഈ 3 ഗുണങ്ങൾ ഉള്ളത് കൊണ്ട്, ഈ 3 ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയും നമുക്ക് ചിലത് ഇഷ്ടപ്പെടും, ചിലത് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ടാണ് നമുക്ക് ചിലത് ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതും. അപ്പം ഈ സൃഷ്ടി നടക്കുന്ന സമയത്ത് ഇതെല്ലാം കൈകാര്യം ചെയ്യപ്പെടണം. 3 ഗുണങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് ഈ ഭൗതിക ലോകം. ഇവിടെ ഭഗവത്ഗീതയില് 3 ഗുണങ്ങളെ പറ്റി ഭഗവത്ഗീത 7ാമത്തെ ചാപ്റ്ററിൽ 12, 13, 14 3 ഗുണങ്ങളെ പറ്റി ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ ഞാന് അതിന്റെ അത് വായിക്കാം. ശ്ലോകം 7:12 സാത്വികങ്ങളും രാജസങ്ങളും താമസങ്ങളുമായ എല്ലാ അവസ്ഥകളും എന്റെ ശക്തിയുടെ ബഹിസ്ഫുരണങ്ങളാണ്. ഒരർത്ഥത്തിൽ അവയെല്ലാം ഞാൻ തന്നെ. എങ്കിലും ഞാൻ അവയ്ക്ക് അധീനനല്ല. ഞാൻ ഭൗതിക ഗുണങ്ങൾക്ക് അധീനനല്ല, മറിച്ച് അവയെല്ലാം എന്നിൽ നിന്ന് നിലകൊള്ളുന്നു. ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട്, ഭഗവാൻ ഈ 3 ഗുണങ്ങൾക്കും ഭൗതിക ഗുണത്തിന് അണ്ടർ അല്ല, അതിനെല്ലാം വെളിയിലാണ് ഭഗവാൻ, അതിന്റെയൊക്കെ മുകളിലാണ് ഭഗവാൻ. എന്നാൽ ഇതെല്ലാം ഭഗവാനിൽ നിലകൊള്ളുന്നു എന്നാണ് പറയുന്നത്. 7:13 പറയുന്നത്, ത്രിഗുണങ്ങളാൽ സത്വം, രജസ്, തമസ് വ്യാമോഹിതമായ ഈ ലോകം അതീതനും അവ്യയനുമായ എന്നെ അറിയുന്നില്ല. 7:14 പറയുന്നത്, 3 പ്രകൃതി ഗുണങ്ങൾ അടങ്ങിയ എന്റെ ദിവ്യശക്തിയെ അതിജീവിക്കുക എളുപ്പമല്ല. എന്നാൽ എനിക്കായി സ്വയം സമർപ്പിക്കുന്നവർക്ക് അത് നിഷ്പ്രയാസം സാധിക്കും. ഭഗവാനിലെ സ്വയം സമർപ്പിക്കുന്നവർക്ക് അത് ഈ 3 ഈ ഗുണങ്ങളെ നിഷ്പ്രയാസം അതിനെ അതിജീവിക്കാൻ സാധിക്കുമെന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ഈ 3 ഗുണങ്ങളും പറഞ്ഞു. അപ്പൊ ഈ 3 ഗുണങ്ങള് സൃഷ്ടി ചെയ്യുന്ന സമയത്ത് എല്ലാം നമുക്ക് ഭഗവാൻ എല്ലാം കൈകാര്യം ചെയ്യുന്ന അതിന് വേണ്ടിയിട്ടാണ് ഈ ഭഗവാൻ 3 രൂപങ്ങളിലേക്ക് കാര്യനിർവഹണത്തിന് വേണ്ടിയിട്ട് 3 രൂപങ്ങളിൽ വികസിക്കുന്നു. കാര്യനിർവഹണത്തിന് വേണ്ടിയിട്ട്, കാര്യനിർവഹണ ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ ഉള്ള ആ ഒരു 3 രൂപങ്ങളിൽ ഭഗവാൻ വികസിക്കുന്നു. അതില് ബ്രഹ്മദേവന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് സൃഷ്ടിയും, മഹാവിഷ്ണു ലോർഡ് വിഷ്ണുവിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മെയിൻ്റനൻസ്, പരിപാലനവും, ലോർഡ് ശിവ മഹാദേവന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് സംഹാരവുമാണ്. അപ്പോ ഇവിടെ ഭൗതിക ലോകത്ത് ഒന്നും ശാശ്വതമല്ല. എല്ലാം സൃഷ്ടി വരുന്നു, അതിനെ പരിപാലിക്കപ്പെടുന്നു, അത് നശിക്കപ്പെടുന്നു. അപ്പൊ ഒന്നുമേ ഇവിടെ ശാശ്വതമല്ല. അപ്പൊ ഒരു പ്രഭുപാദ് ഇവിടെ എക്സാമ്പിൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫ്ലാഷ് ലൈറ്റ് നമ്മൾ സ്ട്രീറ്റ്സിലൂടെ നടക്കുമ്പോൾ ഫ്ലാഷ് ലൈറ്റ്സ് ഇങ്ങനെ കത്തിപ്പോകും. നീല കളറില്, റെഡ് കളറില്, പിന്നെ പച്ച കളറില് ഇങ്ങനെ ഫ്ലാഷ് ലൈറ്റ് കത്തിപ്പോകും. ഇതിന് നമുക്ക് നമ്മുടെ ട്രാഫിക് സിഗ്നലുമായിട്ട് വേണമെങ്കിൽ ഈ സെയിം കൺസെപ്റ്റ് തന്നെ ട്രാഫിക് സിഗ്നലിലും നമുക്ക് അതിനോട് ഉപമിക്കാൻ പറ്റും. അപ്പൊ ഈ ഫ്ലാഷ് ലൈറ്റ് ഇങ്ങനെ കത്തിപ്പോകുമ്പോൾ
ഓരോ ഫ്ലാഷ് ലൈറ്റ് ഒന്നും ശാശ്വതമായിട്ട് നിൽക്കുന്നത്, പല കളേഴ്സ് ഇങ്ങനെ വന്ന് പൊക്കോണ്ടേയിരിക്കും. ആദ്യം നീല വരും, അത് വന്ന് കുറച്ചു നേരം നിൽക്കും, അണയും. പിന്നെ അടുത്ത പച്ച വരും, പച്ച വന്നിട്ട് കുറച്ചു നേരം നിൽക്കും, അണയും. അതുപോലെ തന്നെയാണ് ട്രാഫിക് സിഗ്നൽസ്. ചുമപ്പ് കത്തുന്നു, അത് കുറച്ചു നേരം നിൽക്കുന്നു, അത് അണഞ്ഞ് മഞ്ഞ കത്തുന്നു, മഞ്ഞ കുറച്ചു നേരം നിൽക്കുന്നു, അത് അണഞ്ഞ് പച്ച കത്തുന്നു, പച്ച കുറച്ചു നേരം നിൽക്കുന്നു, അത് അണയുന്നു. പിന്നെയും ചുമപ്പ് വരുന്നു, മഞ്ഞ വരുന്നു, പച്ച വരുന്നു. അപ്പോ ഇത് ഒരു എക്സാമ്പിൾ പ്രഭുപാദ് പറയുന്നതാണ്. അപ്പൊ ഇതാണ് ഭൗതിക ലോകം എന്ന് പറയുന്നത്. ഇതെല്ലാം എല്ലാ സംഭവങ്ങളും സൃഷ്ടിയിലൂടെ ജനിക്കപ്പെടുന്നു, അതിനെ പരിപാലിക്കപ്പെടുന്നു, അത് കാലക്രമേണ അത് ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നു, അത് നശിക്കപ്പെടുന്നു. അപ്പൊ ഇത് വേറൊരു എക്സാമ്പിൾ വെച്ചാൽ നമ്മുടെ ശരീരം തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ അത് സൃഷ്ടിക്കപ്പെടുന്നു, അത് ക്രിയേറ്റ് ആവുന്നു, അതിനെ നമ്മൾ കുറെ നാൾ ശരീരം കൊണ്ടു നടന്ന് പരിപാലിക്കപ്പെടുന്നു, അത് അവസാനം വയസ്സാകുമ്പോഴോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലോ അത് നശിക്കപ്പെടുന്നു. അപ്പോൾ നമ്മുടെ ശരീരവും ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. അപ്പോൾ ഇതാണ് ഭൗതിക പ്രകൃതിയുടെ ഒരു നേച്ചർ എന്ന് പറയുന്നതേ എന്താണ്? സൃഷ്ടിക്കപ്പെടുന്നു, അതിനെ പരിപാലിക്കപ്പെടുന്നു, നശിക്കപ്പെടുന്നു. നാശം എന്ന് പറയുന്നത് അനിവാര്യമാണ്. അപ്പോൾ പ്രഭുപാദ് ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാല്, ചില ഫിലോസഫേഴ്സ് പറയുന്നതെന്ന് പറഞ്ഞാൽ സൃഷ്ടിയും സംഹാരവും എന്നൊന്ന് ഇല്ല എന്നാണ് പ്രഭുപാദ് ഇവിടെ പറയുന്നത്. ഫിലോസഫേഴ്സിന്റെ അഭിപ്രായം എന്ന് പറയുന്നത്, അവർ സൃഷ്ടിയും സംഹാരവും അവർ കാണുന്നില്ല, അവർ ഈ നിലനിൽപ്പ് മാത്രമേ കാണുന്നുള്ളൂ, അതുകൊണ്ട് നിലനിൽപ്പ് മാത്രമേ ഉള്ളൂ എന്നാണ് ഫിലോസഫേഴ്സ് ഇവിടെ പറയുന്നതായിട്ട് പ്രഭുപാദ് പറയുന്നത്. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏതൊരു വസ്തുവും സൃഷ്ടിക്കപ്പെടുകയാണെങ്കിൽ പരിപാലിക്കപ്പെടും, അത് നശിക്കപ്പെടും. അപ്പൊ അതിന്റെ ഉദാഹരണം പ്രഭുപാദ് വീണ്ടും ആ ഫ്ലാഷ് ലൈറ്റിലേക്ക് പോവുകയാണ്, വീണ്ടും ആ ട്രാഫിക് സിഗ്നലിലേക്ക് പോവുകയാണ്. അതായത് ഫ്ലാഷ് ലൈറ്റില് ഒരു ലൈറ്റ് ആദ്യം കത്തുന്നു, അത് അല്ലെങ്കിൽ ട്രാഫിക് സിഗ്നലിൽ ഒരു ലൈറ്റ് ആദ്യം കത്തുന്നു, കുറച്ചു നേരം അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അത് നശിക്കപ്പെടുന്നു. അപ്പോ അങ്ങനെ വരുമ്പോ ഈ ആദ്യം ഒരു ചുമന്ന ലൈറ്റ് കത്തുന്നു, അത് കുറച്ചു നേരം നിൽക്കുന്നു, അത് നശിക്കപ്പെടും, അത് ഓഫ് ആവുന്നു. അടുത്തത് ഒരു മഞ്ഞ ലൈറ്റ് കത്തുന്നു, അത് കുറച്ചു നേരം നിൽക്കുന്നു, അത് ഓഫ് ആവുന്നു. പിന്നെ പച്ച കത്തുന്നു, കുറച്ചു നേരം നിൽക്കുന്നു, ഓഫ് ആവുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഫ്ലാഷ് ലൈറ്റ്സ് നമ്മുടെ സ്ട്രീറ്റ്സിലൂടെ പോകുമ്പോൾ ഇങ്ങനെ ഒരുപാട് ഫ്ലാഷ് ലൈറ്റ് മിനിയും കത്തും. അപ്പൊ ഇതിന്റെ പിന്നില് ഒരു പുള്ളർ എന്ന് പ്രഭുപാദ് പറയുന്നത് പുള്ളർ എന്നാണ് പറയുന്നത്. പുള്ളർ എന്ന് പറയുന്നത് അതിനെ കൈകാര്യം ചെയ്യുന്ന, അതിനെ ഹാൻഡിൽ ചെയ്യുന്ന, അതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ആളുണ്ടാവും. അതല്ലാതെ ഇതിന് ഒരു ടൈമർ വെച്ചിട്ട് സ്പെസിഫൈ ചെയ്തിട്ട് ഇത് ഇത്രയും നേരം കഴിഞ്ഞു, അത് ഓഫായി, അടുത്തത് വീണ്ടും റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇതിന് ഒരു ക്രിയേറ്റർ ഇസ് ബിഹൈൻഡ് ദീസ് തിങ്സ് എന്ന് പ്രഭുപാദ് പറയുന്നുണ്ട്. അപ്പൊ ഒരു ക്രിയേറ്റർ ഇതിന്റെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കാതെ ഇത് നടക്കില്ല. അപ്പോ ഇതുപോലെ ശ്രീമദ് ഭാഗവതത്തില് 6.4.47 എന്ന് പറയുന്ന ശ്ലോകത്തില് ആദ്യത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അഹമേവാസമേവാഗ്രേ എന്ന് പ്രഭുപാദ് പറയുന്നുണ്ട്. അഹമേവാസമേവാഗ്രേ ഞാന് കിഞ്ചതരംബഹി എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ട്രാൻസ്ലേഷനിൽ പ്രഭുപാദ് പറയുന്ന വെച്ചാൽ, ബിഫോർ ദ ക്രിയേഷൻ ഓഫ് ദിസ് കോസ്മിക് മാനിഫെസ്റ്റേഷൻ ഐ അലോൺ എക്സിസ്റ്റഡ് വിത്ത് മൈ സ്പെസിഫിക് സ്പിരിച്വൽ പൊട്ടൻസീസ്. Consciousness was then unmanifested, just as one's consciousness is unmanifested during the time of sleep. അപ്പോ ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഈ കോസ്മിക് മാനിഫെസ്റ്റേഷന്റെ മുമ്പും ഞാൻ തന്നെ ഐ അലോൺ എക്സിസ്റ്റഡ്, ഞാൻ ഒറ്റയ്ക്ക്, ഞാൻ ഏവം അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ആത്മീയമായ എല്ലാ സാമർത്ഥ്യത്തോടു കൂടി വിത്ത് മൈ സ്പെസിഫിക് സ്പിരിച്വൽ പൊട്ടൻസീസ്, എല്ലാ വീര്യത്തോടു കൂടിയും ഐ അലോൺ എക്സിസ്റ്റഡ് എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട് ഈ ശ്ലോകത്തില്. പ്രഭുപാദ് പറയുന്നത് ഈച്ച് പേഴ്സൺ ഈസ് എറ്റേണൽ, എല്ലാ ആൾക്കാരും എറ്റേണൽ ആണ്. അപ്പം ബിക്കോസ് ദ ലോർഡ് സേസ് ദാറ്റ് ഹി എക്സിസ്റ്റഡ് ആസ് എ പേഴ്സൺ ബിഫോർ ദ ക്രിയേഷൻ, അതായത് ആദ്യമേ എന്ന് പറയുന്നതിന് ഇവിടെ എന്താ പറയുന്ന, അഗ്രേ, ഇൻ ദ ബിഗിനിങ്, തുടക്കത്തിൽ, ആരംഭത്തിൽ എന്ന് പറയുന്നത്. അഹമേവാസമേവ അഗ്രേ എന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പോ അഗ്രേ എന്ന് പറയുന്നത് ആദ്യമേ എന്നാണ് അതിന്റെ അർത്ഥം. ബിക്കോസ് ദ ലോർഡ് സേസ് ദാറ്റ് ഹി എക്സിസ്റ്റഡ് ആസ് എ പേഴ്സൺ ബിഫോർ ദ ക്രിയേഷൻ ആൻഡ് വിൽ ഓൾസോ എക്സിസ്റ്റ് ആഫ്റ്റർ ദ അനിഹിലേഷൻ. ദ ലോർഡ് ഈസ് ദ പേഴ്സൺ എറ്റേണലി. അതായത് ഭഗവാൻ ഇവിടെ പറയുന്നത്, ഭഗവാൻ ക്രിയേഷന് മുന്നേയും ഉണ്ട്, എക്സിസ്റ്റഡ് എ പേഴ്സൺ, അദ്ദേഹം ഭഗവാൻ ക്രിയേഷന് മുന്നേയും ഉണ്ട്, സംഹാരത്തിന് ശേഷവും ഭഗവാൻ ഉണ്ട്. ഭഗവാൻ അനശ്വരമാണ് എന്നാണ് പറയുന്നത്. അപ്പോ പ്രഭുപാദ് ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാല്, ബിഫോർ ക്രിയേഷൻ ഭഗവാൻ പറയുന്നു, ബിഫോർ ക്രിയേഷൻ ഐ വാസ് ദെയർ, ബിഫോർ ക്രിയേഷന് മുന്നേയും ഞാനുണ്ട്. മെയിൻ്റനൻസ്, സ്ഥിതി,
മെയിൻ്റനൻസ് നടക്കുമ്പോൾ, അതായത് പരിപാലിക്കപ്പെടുന്ന സമയത്തും ഞാനുണ്ട്. ആഫ്റ്റർ ദ ഡിസ്ട്രക്ഷൻ, അനിഹിലേഷൻ, അതിനെ സംഹരിക്കപ്പെടുന്നതിന് ശേഷവും ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ ഇവിടെ ഉണ്ട്. അപ്പൊ എല്ലാ അവസ്ഥയിലും ഭഗവാൻ ഇവിടെ ഉണ്ട്. അപ്പൊ ഭഗവാൻ പറയുന്നു, ഞാനാണ് പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ. ഞാനാണ് ഭൂതം, ഭാവി, വർത്തമാനം. ഇതെല്ലാം ഞാനാണ്. ഈ ക്രിയേഷൻ നടക്കുന്നതും ഞാൻ അറിയുന്നു, പരിപാലിക്കപ്പെടുന്നതും ഞാൻ അറിയുന്നു, സംഹരിക്കപ്പെടുന്നതും ഞാൻ അറിയുന്നു. ഞാൻ അറിയാതെ ഒന്നുമേ നടക്കുന്നില്ല എന്ന് ഭഗവാൻ പറയുന്നു. കൃഷ്ണ ഈസ് there and he knows everything. എല്ലാമേ ഭഗവാൻ അറിയുന്നു എന്നാണ് പറയുന്നത് ഭഗവാൻ. അപ്പോ ചിലർ ചോദിക്കും, ശരി, ഭഗവാൻ ഒറ്റയ്ക്ക്, ഭഗവാൻ എന്താ പറയാ, ഇവിടെ പറഞ്ഞില്ലേ ഐ അലോൺ എക്സിസ്റ്റഡ് വിത്ത് മൈ സ്പെസിഫിക്. അപ്പൊ ചിലർ ചോദിക്കും, ശരി, ഭഗവാൻ ഒറ്റയ്ക്കാണോ, അത് ഭഗവാൻ ഒറ്റയ്ക്കായിരുന്നില്ലേ എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. അപ്പോ അതിന് പ്രഭുപാദ് ഇവിടെ പറയുന്നത് വെച്ചാൽ, ഭഗവാൻ ഒറ്റയ്ക്കല്ല. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഭഗവാൻ വേറൊരു ലോകമുണ്ട്. ആ ലോകത്തിൽ തന്നെ ഇപ്പൊ ഒരു രാജാവിന്റെ ഒരു എക്സാമ്പിൾ പ്രഭുപാദ് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു രാജ്യമുണ്ട്, റാണിയുണ്ട്, രാജാവിന്റെ പ്രജകളുണ്ട്, രാജ്യമുണ്ട്, രാജാവിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, കമാൻഡർ ഇൻ ചീഫ് ഉണ്ട്, മന്ത്രിമാരുണ്ട്. അങ്ങനെ രാജാവിൻ്റെതായിട്ടുള്ള വേറൊരു ലോകവും വേറൊരു കാര്യങ്ങളും എല്ലാം രാജാവിൻ്റെതായിട്ടുള്ളതുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഭഗവാന്റേതായിട്ടുള്ള പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അതായത് ഭഗവാൻ വിവിധ തരത്തിലുള്ള നാമങ്ങളുണ്ട്, ഫോംസ് ഉണ്ട്, ക്വാളിറ്റീസ് ഉണ്ട്. ഭഗവാന്റെ അച്ഛനമ്മമാരുണ്ട്, ഗോപസ്ത്രീകളുണ്ട്, ഗോപന്മാരുണ്ട്, നദികളുണ്ട്, പൂക്കളുണ്ട്, വനങ്ങളുണ്ട്, മലകളുണ്ട്. ഭഗവാൻ ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതിനെ പ്രഭുപാദ് പറയുന്നത് വെച്ചാൽ, ഇതെല്ലാം എറ്റേണൽ ആണ്, അനശ്വരമാണ്. ഇത് വേറെ ഒരു വെറൈറ്റി ആണ്. ഇത് ഭഗവാന്റെ വെറൈറ്റി ആണ്. നമ്മൾ വേറൊരു വെറൈറ്റിയെ കുറിച്ച് നമ്മൾ ആദ്യം പറഞ്ഞു. ഇത് ഭഗവാന്റെ വെറൈറ്റി എന്നാണ് പ്രഭുപാദ് പറയുന്നത്. ഇത് സ്പിരിച്വൽ വേൾഡിലെ വെറൈറ്റി ആണ്. പക്ഷെ നമ്മൾ നേരത്തെ കണ്ടത് മെറ്റീരിയൽ വേൾഡിലെ വെറൈറ്റി ആണ്. അപ്പൊ ആ മെറ്റീരിയൽ വേൾഡിലെ വെറൈറ്റി അനശ്വരമല്ല. അതിനെ ക്രിയേറ്റ് ചെയ്യപ്പെടും, മെയിൻറ്റെയിൻ ചെയ്യപ്പെടും, ഡിസ്ട്രോയ് ചെയ്യപ്പെടും. മെറ്റീരിയൽ വേൾഡിൽ ഒന്നുമേ ശാശ്വതമായിട്ടില്ല. പക്ഷെ ഭഗവാൻ എന്നും നിലനിൽക്കുന്നു. ഭഗവത്ഗീതയിലെ 15.1 പറയുന്നുണ്ട്, ശ്രീ ഭഗവാനുവാച ഊർധ്വമൂലമധഃശാഖമശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്ത്വം വേദ സ വേദവിദ്. പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു, വേരുകൾ മേൽപോട്ടും ശാഖകൾ കീഴ്പോട്ടുമായിട്ട് അക്ഷയമായൊരു അശ്വത്ഥമുണ്ട്. അതിന്റെ ഇലകളാണ് വേദമന്ത്രങ്ങൾ. ഈ വൃക്ഷം എന്തെന്ന് അറിയുന്നവനത്രേ വേദജ്ഞൻ. ഇതില് പർപ്പൂരിൽ പറയുന്നത്, വേരുകൾ മുകളിലും ശാഖകൾ താഴെയുമായി നിൽക്കുന്ന ഒരു വൃക്ഷത്തെ ഈ ലോകത്തിൽ ആരും കണ്ടിരിക്കുകയില്ല. പക്ഷേ ഇല്ലെന്ന് പറഞ്ഞുകൂടാ. ഒരു ജലാശയത്തിനരികിൽ പോയി നോക്കിയാൽ കാണാം, വേരുകൾ മുകളിലോട്ടും കൊമ്പുകൾ താഴെയുമായിട്ടാണ് വെള്ളത്തിൽ നിഴലിക്കുന്നതെന്ന്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ആധ്യാത്മിക ലോകമാകുന്ന വൃക്ഷത്തിന്റെ ഒരു പ്രതിഫലനം മാത്രമാണ് ഭൗതിക ലോകമാകുന്ന ഈ വൃക്ഷം. വൃക്ഷഛായ വെള്ളത്തിൽ നിഴലിക്കുന്നത് പോലെ ആധ്യാത്മികമായ ഈ വൃക്ഷത്തിന്റെ നിഴൽ തൃഷ്ണയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ഭൗതികയുടെ വെളിച്ചത്തിൽ പ്രതിഫലിച്ചു കാണുന്നവയ്ക്കെല്ലാം തൃഷ്ണ തന്നെ കാരണം. ഭൗതിക ജീവിതത്തിൽ നിന്ന് മോചനം നേടണമെന്ന് ആഗ്രഹിക്കുന്നവൻ ഈ വൃക്ഷത്തെ സമഗ്രമായി അപഗ്രഥനം ചെയ്തറിയണം. എന്നാൽ അതിനോടുള്ള ബന്ധം വിച്ഛേദിച്ച് കളയാൻ കഴിയും. ഇവിടെ പ്രഭുപാദ് പറയുന്ന വെച്ച് കഴിഞ്ഞാല്, ഒരു ജലാശയത്തിന്റെ അടുത്ത് നിൽക്കുന്ന ഒരു വൃക്ഷം എങ്ങനെയാണോ തലതിരിച്ച് കാണപ്പെടുന്നത്, അതിന്റെ വേരുകൾ മുകളിലോട്ടും അതിന്റെ ശിഖരങ്ങൾ താഴോട്ടുമായിട്ട് നമുക്ക് കാണപ്പെടുന്നത്, എങ്ങനെയാണോ അതിന്റെ നിഴല് ആ വെള്ളത്തിൽ, ആ ഛായ ആ വെള്ളത്തിൽ നമ്മൾ കാണപ്പെടുന്ന അത് റിഫ്ലക്ഷൻ ആണ്. അത് ആ സെയിം പ്രോസസ്സ് ആണ്. അതായത് മെറ്റീരിയൽ ഒറിജിനൽ വെറൈറ്റിയുടെ ഒരു പ്രതിഛായയാണ്, കൃത്രിമമായ ഒരു അനുകരണമാണ് മെറ്റീരിയൽ വെറൈറ്റി. ഒറിജിനൽ വെറൈറ്റിയുടെ ഒരു കൃത്രിമമായ അനുകരണമാണ് മെറ്റീരിയൽ വെറൈറ്റി എന്നാണ് പ്രഭുപാദ് ഇവിടെ പറയുന്നത്. ഒരു പകർപ്പാണ് മെറ്റീരിയൽ വെറൈറ്റി. ഒറിജിനൽ അല്ല നമ്മൾ ശരിക്കും ഇവിടെ മെറ്റീരിയലിൽ കാണുന്നത്, നമ്മൾ തലതീരായിട്ട് കാണുകയാണ്. അപ്പൊ ഒരു എക്സാമ്പിൾ ഇവിടെ പ്രഭുപാദ് പറയുന്നത് വെച്ച് കഴിഞ്ഞാല്, അലഹബാദ് എന്ന് പറയുന്ന നഗരത്തില് ഇടയ്ക്ക് മാഘമേള എന്ന് പറയുന്ന ഒരു മേള നടക്കാറുണ്ട്, മാഘമേള. അപ്പൊ ഈ മാഘമേളയില് ഒരുപാട് ഡിവോട്ടീസ് ഗംഗാ നദിയിൽ സ്നാനം ചെയ്യാൻ വേണ്ടിയിട്ട് വരാറുണ്ട്. അപ്പൊ ഒരുപാട് ആയിരക്കണക്കിന് ഡിവോട്ടീസ് വരും. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും ഉള്ള സൗകര്യം അലഹബാദ് ഗവൺമെന്റ് ആ ഗംഗാ നദിയുടെ തീരത്ത് അറേഞ്ച് ചെയ്തിരിക്കും. അതായത് വിവിധ തരത്തിലുള്ള ടെന്റ്സ് ഒക്കെ അറേഞ്ച് ഉണ്ടാവും, ഷോപ്സ് ഉണ്ടാവും, ഒരുപാട് കടകൾ ഉണ്ടാവും. പിന്നെ ഇലക്ട്രിക്കൽ പോസ്റ്റുകളൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്യും, ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യും.
ഒരുപാട് ക്യാമ്പുകൾ ഒരുപാടുണ്ടാവും, പിന്നെ പോസ്റ്റ് ഓഫീസ് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഗവൺമെന്റ് എന്ത് ചെയ്യും, ആ ഗംഗയുടെ തീരത്ത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കും, അതായത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കും. അപ്പൊ ഈ മേള കുറെ നാളുണ്ടാവും. അപ്പൊ ആ മേളയിൽ ഭക്തജനങ്ങൾ വരുന്നു, ഗംഗാ നദിയിൽ സ്നാനം ചെയ്യുന്നു, അവരുടെ പാപങ്ങൾ കഴുകി കളയുന്നു, പുണ്യവാന്മാരാകുന്നു, അവിടെ കുറെ നാൾ തങ്ങുന്നു, എന്നിട്ട് തിരിച്ചു പോകുന്നു. അപ്പൊ ഈ മേള ആ ഒരു മാസം വരെ, ആ ഒരു പീരീഡ് ഓഫ് ടൈം വരെ ഉണ്ടാവും. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ മേള തീരുമ്പോൾ ഭക്തജനങ്ങളെല്ലാം തിരിച്ചു പോകും. ഈ തിരിച്ചു പോകുന്ന സമയത്ത് ഗവൺമെന്റ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ഈ മേളയുടെ ചുറ്റുപറ്റ ആ ഗംഗാതീരത്തുള്ള കംപ്ലീറ്റ് സാധനങ്ങൾ, അതായത് അവർ സെറ്റ് ചെയ്തിരിക്കുന്ന പോസ്റ്റ് ഓഫീസ്, ക്യാമ്പുകള്, ഹോട്ടൽസ്, പിന്നെ എന്താ പറയാ, ഇലക്ട്രിക്കൽ പോസ്റ്റുകൾ, ഇതെല്ലാം അവർ മാറ്റും. എല്ലാം മാറ്റിയിട്ട് വീണ്ടും പഴയ പോലെ ആ പഴയ ഗംഗാതീരം പോലെ നിൽക്കും. അപ്പോ ഇതില് ഗവൺമെന്റ് എന്താ ചെയ്യണം, ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് ജനങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നു. അവർക്ക് വരുന്നു, വന്ന് ഗംഗാനദിയുടെ സ്നാനം ചെയ്ത സത്സംഗം കൂടി മാക്സിമം ബെനിഫിറ്റ് എടുത്തിട്ട് പുണ്യവാന്മാരായി തിരിച്ചു പോകാൻ വേണ്ടി ഉള്ള ഒരു ചാൻസ് ആണ് ഇവിടെ ഗവൺമെന്റ് കൊടുക്കുന്നത്, ഒരു അവസരമാണ് ഗവൺമെന്റ് ഇവിടെ കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞ ഇവിടെ പ്രഭുപാദ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് ലിവിങ് എന്റിറ്റീസിനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുകയാണ് ഇവിടെ. അതായത് ബദ്ധാത്മാവുമുണ്ട്, നിത്യബദ്ധാത്മാവുമുണ്ട്, നിത്യമുക്താത്മാക്കളുമുണ്ട്. എറ്റേണലി കണ്ടീഷൻഡ് ആയിട്ടുള്ളവരും എറ്റേണലി ലിബറേറ്റഡ് ആയിട്ടുള്ളവരും ഉണ്ട്. അപ്പോൾ എറ്റേണലി ലിബറേറ്റഡ് ആയിട്ടുള്ളവര് എപ്പോഴും ഭഗവാനുമായ നൃത്തങ്ങളിലും ഭഗവാന്റെ പാസ്റ്റൈൻസിലും പങ്കുചേർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അവര് ഭഗവാന്റെ പാസ്റ്റൈൻസിൽ എപ്പോഴുമേ നിത്യമായിട്ട് നിലകൊള്ളുന്നു. അപ്പൊ അവരുടെ ഏക ഉദ്ദേശം എന്ന് പറഞ്ഞാല് ഭഗവാനെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഏകമായ ഉദ്ദേശം. ഗോപസ്ത്രീകള്, ഭഗവാന്റെ മാതാപിതാക്കള്, ഭഗവാന്റെ കൂട്ടുകാര്, ഈവൻ അവിടുത്തെ മൃഗങ്ങൾ പോലും, എല്ലാ വെറൈറ്റീസ് ഓഫ് തിങ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഭഗവാനിലുള്ള എല്ലാ വെറൈറ്റീസും ഭഗവാനെ എങ്ങനെ സംതൃപ്തിപ്പെടുത്താം എന്ന് ഉള്ള ഒരു സ്പിരിച്വൽ കോമ്പറ്റീഷനിലാണ്, ഒരു സ്പിരിച്വൽ എക്സ്റ്ററ്റിക് കോമ്പറ്റീഷൻ, ഒരു ആനന്ദകരമായിട്ടുള്ള, ഒരു ഹെൽത്തി ആയിട്ടുള്ള, ഒരു സൗഹൃദപരമായിട്ടുള്ള ഒരു മത്സരത്തിലാണ്. ഭഗവാനെ ഇന്ന് എന്ത് കൊടുക്കാം, ഇന്ന് എങ്ങനെ ഒരുക്കാം, ഇന്ന് ഭഗവാൻ എന്തായിരിക്കും ഇഷ്ടം എന്നുള്ള ഒരു അങ്ങനെ അതാണ് അവരുടെ ഏക ചിന്ത. പക്ഷെ എന്താ പ്രഭുപാദ് പറയുന്നത്, എറ്റേണലി കണ്ടീഷൻഡ് നിത്യമായ ബദ്ധാത്മാക്കള് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, എല്ലാവരും സ്വയമേ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മത്സരത്തിലും സ്വയമേ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഒരു തത്രപ്പാടിലുമാണ്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ എറ്റേണലി കണ്ടീഷൻഡ് നിത്യമായ ബദ്ധാത്മാക്കള് എപ്പോഴുമേ മെറ്റീരിയൽ സെൻസസിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഓട്ടത്തിലാണ് എപ്പോഴും. അപ്പോ ഭഗവാന്റെ കൂടെ നിന്ന്, നമ്മളും ഭഗവാന്റെ കൂടെ നിന്നവരാണ്. അപ്പൊ നമ്മൾ ഭഗവാനിൽ നിന്ന് വേർപെട്ട് നിൽക്കണം എന്ന് ഒരു ആഗ്രഹം തോന്നിയപ്പോ ഭഗവാൻ പരമകാരുണ്യവാനാണ്, ഭഗവാൻ എല്ലാം അറിയുന്നവനാണ്. ഭഗവാൻ ജീവാത്മാക്കൾക്ക് ഒരു ചെറിയ സ്വാതന്ത്ര്യം ഭഗവാൻ എപ്പോഴും കൊടുക്കാറുണ്ട്, ഒരു ചെറിയ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം ഭഗവാൻ പറയുന്നു, ശരി, നിനക്ക് വേണമെങ്കിൽ നിനക്ക് ഭൗതിക ലോകത്ത് പോയി എൻജോയ് ചെയ്യാം, നിനക്ക് നിന്റേതായിട്ടുള്ള രീതിയിൽ നീ എൻജോയ് ചെയ്തോ. അങ്ങനെ ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ തിരിച്ച് ഈ ഭൗതിക ലോകത്തേക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് വരേണ്ടി വന്നത്. അപ്പോ ശരിക്കും നമ്മൾക്ക് കൃഷ്ണ ഇസ് ഗിവിംഗ് ദ ഇൻഡിപെൻഡൻസ് ടു ബി ഹാപ്പി, സ്മോൾ ഇൻഡിപെൻഡൻസ്. അത് നമുക്കൊരു ചെറിയൊരു സ്വാതന്ത്ര്യം ഹാപ്പി ആവാൻ വേണ്ടി. ശരി, നിനക്ക് ഭൗതിക ലോകത്ത് പോയി എൻജോയ് ചെയ്യാം എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ഭഗവത്ഗീതയിൽ അവസാനം ഭഗവാൻ അർജുനനോടും പറയുന്നുണ്ട്. എന്താണ് 18.63 പറയുന്നുണ്ട്, ഇപ്രകാരം അതിരഹസ്യമായ ജ്ഞാനമാണ് ഞാൻ നിനക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. ഇനി സമഗ്രമായി ആലോചിച്ചതിന് ശേഷം ഹിതമെന്ന് തോന്നുന്നതെന്തോ നീ ചെയ്യുക. ഹിതമെന്ന് തോന്നുന്നതെന്തോ നീ ചെയ്യുക. അതായത് യഥേച്ഛസി തഥാ കുരു, ഹിതമെന്ന് തോന്നുന്നതെന്തോ ചെയ്യുക എന്ന വാക്കുകൾ ജീവാത്മാവിനുള്ള അല്പമാത്രമായ സ്വാതന്ത്ര്യത്തിൽ ഈശ്വരൻ ഇടപെടുന്നില്ല എന്ന് ധ്വനിപ്പിക്കുന്നു. അപ്പോ ആ ഒരു സ്വാതന്ത്ര്യം എവിടെയും ഭഗവാൻ തരുന്നു. ആ സ്വാതന്ത്ര്യത്തിലാണ് നമ്മൾ ബുദ്ധിപരമായിട്ട് ചിന്തിക്കേണ്ടത്. നമ്മൾ ഇവിടെ നിന്ന് രക്ഷപ്പെടണോ വേണ്ടയോ, നമ്മൾ ഈ അടുത്തത് ഇനി എന്ത് ചെയ്യണം, ഇവിടുന്ന് പോകാൻ എന്ത് ചെയ്യണം, തിരിച്ച് ഭഗവാനിലേക്ക് പോകാൻ എന്ത് ചെയ്യണം എന്ന് ആലോചിക്കേണ്ട ഒരു സ്വാതന്ത്ര്യമാണ് അത് അവിടെയുള്ളത്. അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് എൻജോയ് ചെയ്യാൻ, ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ ക്രിയേഷൻ നടക്കുന്നതിന്റെ ഒരു ഉദ്ദേശമേ എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾക്ക് സ്വന്തമായിട്ട് എങ്ങനെ ഹാപ്പി ആവും, അത് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഒരു ക്രിയേഷൻ നടത്തുന്നു.
ആ ക്രിയേഷൻ നടത്തുന്നു, അതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നു, സംഹരിക്കപ്പെടുന്നു. അപ്പോൾ ഈ ക്രിയേഷനിൽ നമ്മൾ വരുന്നു, നമ്മൾ കുറെ നാള് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നു. നമ്മൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി ഭഗവാനിലേക്ക് ഭക്തിയുത സേവനം വഴി ഭഗവാന്റെ ഭക്തന്മാരെ സേവിച്ചും ഭഗവാനോടുള്ള ഭക്തിയുത സേവനം വഴി നമ്മൾ തിരിച്ചു പോയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മുടെ നാശത്തിന് ശേഷം വീണ്ടും നമ്മൾ തിരിച്ചു വരേണ്ടി വരും. അതായത് ഒരു ഫ്ലാഷ് ലൈറ്റ് ട്രാഫിക് സിഗ്നലിൽ ചുമപ്പ് കത്തുന്നു, അത് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നു, അതിനെ ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നു, എന്നിട്ട് ചുമപ്പ് കത്തുന്നു, മഞ്ഞ കത്തുന്നു, ഗ്രീൻ കത്തുന്നു. ഈ ഒരു പ്രോസസ്സ് വരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും അത് തന്നെ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുവാണ്. അപ്പോൾ എപ്പോഴൊക്കെയാണോ എത്ര നാൾ വരെ നമ്മൾ ആ ഒരു അവസരം പൂർണ്ണമായിട്ടും ഉപയോഗപ്പെടുത്താതെ, നമ്മൾ ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടാതെ നമ്മൾ ഇവിടെ മെറ്റീരിയൽ തിങ്സ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അത്രയും കാലമേ ഈ സൃഷ്ടി സ്ഥിതി സംഹാരം ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. എന്നാണ് നമ്മൾ ഭഗവാനെ സേവിച്ച് ഭഗവാന്റെ ഭക്തരെ സേവിച്ച് ഭഗവാന്റെ ഭക്തരായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ട് നമ്മൾ തിരിച്ചു പോയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഈ ജനന മരണ ചക്രങ്ങളിൽ നമ്മൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോ ഈ പ്രോപ്പർട്ടീസ് എല്ലാം പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ട്, അതായത് നമ്മൾ പ്രോപ്പർലി യൂസ് ചെയ്തില്ല ഉണ്ടെങ്കിലും എഗെയിൻ ദർ ഇസ് ക്രിയേഷൻ, മെയിൻ്റെനൻസ് ആൻഡ് ഡിസ്ട്രക്ഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഭഗവാൻ നേരത്തെ പ്രഭുപാദ് പറഞ്ഞു, നമ്മളുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട്, നമ്മൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്രിയേഷൻ എന്ന് പറയുന്നത് ഉണ്ടായെന്ന് പറയുന്നു. അപ്പോൾ ക്രിയേഷൻ, മെയിൻ്റെനൻസ് ആൻഡ് ക്രിയേഷൻ വരുന്നു, അതായത് സൃഷ്ടി വരുന്നു, പരിപാലനം വരുന്നു, സംഹാരം വരുന്നു. ഈ മൂന്ന് കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ഭഗവാൻ മൂന്നായിട്ട് ഉത്ഭവിച്ചിരിക്കുന്നു. ഹരി, വിരിഞ്ചി ആൻഡ് ഹര. അതായത് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരായിട്ട് മൂന്നായിട്ട് ഭഗവാൻ തിരിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇവിടെ പ്രഭുപാദ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും സത്വഗുണത്തിൽ നിൽക്കുക എന്നാണ് പ്രഭുപാദ് പറയുന്നത്. രജോഗുണത്തിലും തമോ ഗുണത്തിലും ലസ്റ്റ് ആൻഡ് ഗ്രീഡിനെസ് ആണ് ഉള്ളത്. എപ്പോഴും കാമവും അത്യാർത്തിയും ഒക്കെയാണ് രജോ ഗുണത്തിലും തമോ ഗുണത്തിലും നമുക്ക് കാണുന്നത്. അപ്പോൾ എപ്പോഴും സത്വഗുണത്തിൽ തന്നെ നിൽക്കണം എന്നാണ് പ്രഭുപാദ് പറയുന്നത്. അപ്പോൾ സത്വഗുണത്തിൽ നിന്ന് ഭഗവാനെ ഭക്തിയുത സേവനം ചെയ്ത് ഭഗവാനിൽ പൂർണ്ണമായിട്ടും ആശ്രയിച്ച് ഭഗവാനിലേക്ക് തിരിച്ചു പോവുക എന്നാണ് പ്രഭുപാദ് ഇവിടെ പറയുന്നത്. പ്രഭുപാദ് പറയുന്നു, ഭക്തി വിനോദ് ഠാക്കൂർ മഹാരാജ് പറയുന്നത് എന്ന് വെച്ചാല് ഈ അലയടി എന്നാണ് പറയുന്നത്. ഈ ഒഴുക്ക് അലകളില്, ഈ ഭൗതിക ക്ലേശത്തിന്റെ അലകളിൽ നമ്മളിങ്ങനെ വലിക്കപ്പെട്ട് ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. ഭൗതിക ക്ലേശങ്ങൾ നമ്മളെ ചിലപ്പോ സമുദ്രം, ഈ ഭൗതിക ക്ലേശമാകുന്ന ഈ സമുദ്രത്തിൽ നമ്മൾ പൊങ്ങി അതിൻ്റെതായിട്ടുള്ള ദിശകളിൽ ഇങ്ങനെ അലയടിച്ച് നമ്മൾ പൊക്കോണ്ടിരിക്കുവാണെന്നാണ് പറയുന്നത്. എപ്പോഴാണോ ഒരാള് ഈ ഭൗതിക ലോകത്ത് ഭക്തിയുത സേവനം ചെയ്ത് ഭഗവാനിൽ പൂർണ്ണമായി വിശ്വാസം അർപ്പിച്ച് ഭഗവാനിൽ ആശ്രയം കൊള്ളുന്ന സമയത്ത് മാത്രമേ ഉറപ്പായിട്ടും ഈ അല എന്ന് പറയുന്ന ഈ അവസ്ഥ നിൽക്കും എന്നാണ് പറയുന്നത്. ഇത് നിന്നിട്ട് നമുക്ക് എന്നേക്കുമായി ഭഗവാന്റെ ധാമത്തിലേക്ക് തിരിച്ചു പോകാം. അല്ലെങ്കിൽ ഈ ക്ലേശങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഒരു അറുതി, ഈ ജനന മരണ ചക്രങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ട് ഒരു അറുതി ഉണ്ടാവും എന്നാണ് ഭക്തി വിനോദ് ഠാക്കൂർ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഭഗവാനിൽ എപ്പോഴും ശരണം പ്രാപിക്കുക, എപ്പോഴും സത്വഗുണത്തിൽ ഇരിക്കുക എന്നാണ് പ്രഭുപാദ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ ശ്ലോകത്തില് പറയുന്നത് എന്ന് വെച്ചാല് ശ്രേയാംസി തത്ര ഖലു സത്വ തനോർ നൃണാംസ്യു എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ശ്രേയാംസി എന്ന് പറയുന്നത്, അപ്പോ ഈ നമ്മൾ നേരത്തെ ഇപ്പൊ പറഞ്ഞതുപോലെ എപ്പോഴും ഭഗവാനിൽ ഷെൽട്ടർ എപ്പോഴും ഭഗവാനിൽ അഭയം പ്രാപിക്കണം എന്ന് പറയുന്നത് പോലെ ഇവിടെ ശ്രേയാംസി, അതാണ് അൾട്ടിമേറ്റ് ബെനിഫിറ്റ് എന്നാണ് പറയുന്നത്. പരമമായ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഭഗവാനെ ശരണം പ്രാപിക്കുക, ടേക്ക് ഷെൽട്ടർ ഓഫ് ലോർഡ് വിഷ്ണു എന്നാണ് പറയുന്നത്. അപ്പോ ഇവിടെ പറയുന്ന സത്വ തനു എന്ന് പറയുന്നത് ഭഗവാനെയാണ് പറയുന്നത്. അപ്പൊ ഇവിടെ തന്നെ പറയുന്നുണ്ട് സത്വഗുണം, സത്വ എന്ന് പറയുന്നത് സത്വഗുണം, തനു എന്ന് പറഞ്ഞാൽ സ്വരൂപം. സത്വഗുണ സ്വരൂപനായിട്ടുള്ള ഭഗവാനെ ശരണം പ്രാപിക്കുന്നതാണ് ഏറ്റവും അൾട്ടിമേറ്റ് ബെനിഫിറ്റ് എന്നാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇവിടെ അപ്പൊ നമ്മൾ ഇങ്ങനെ ആലോചിക്കും,
പിന്നെ ശരി, അപ്പൊ ഈ 3 ദേവന്മാരും ഉണ്ട്. അപ്പൊ മായാവതി, അപ്പൊ പ്രഭുപാദ് പറയുന്ന വെച്ചാൽ മായാവതി ഫിലോസഫേഴ്സ് ആലോചിക്കും, പറയുന്നുണ്ട് ശരി, കൃഷ്ണനാണ് ഈ 3 ഫോംസിൽ വന്നിട്ടുള്ളത്. ബ്രഹ്മ വിഷ്ണു മഹേശ്വരനായിട്ട് കൃഷ്ണനാണ് വരുന്നുണ്ടെന്ന് നിങ്ങൾ പറയുന്നു. അപ്പൊ നമുക്ക് പിന്നെ ആരെ വേണമെങ്കിലും നമുക്ക് ഭജിച്ചാൽ പോരെ, കൃഷ്ണനാണല്ലോ എല്ലാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെ പ്രഭുപാദ് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഇതേപോലത്തെ ഉള്ള ഡൗട്ട്സ് നേരത്തെ ഉണ്ടായിരുന്നു. അതായത് നൈമിഷാരണ്യത്തില് ഋഷിമാരുടെ ഒരു സഭ കൂടിയ സമയത്ത് നൈമിഷാരണ്യത്തില് നാരദമുനി അടക്കം ഒരുപാട് മഹത് ഋഷിമാര് ഒരു യജ്ഞം ചെയ്യാൻ വേണ്ടിയിട്ട് പുറപ്പെടുന്ന സമയത്ത് നാരദമുനിയും ഉണ്ടായിരുന്നു ആ സഭയിൽ. അപ്പോ ആ സമയത്ത് അവിടെ ഒരു ചോദ്യം ഉയർന്നത് എന്താണെന്ന് വെച്ചാല് അവര് ചോദിച്ചു, ശരി, നമ്മൾ ചെയ്യുന്ന യജ്ഞത്തിന്റെ പൂർണ്ണമായിട്ടുള്ള കൺക്ലൂഷൻ, റിസൾട്ട് ആരാണ് എടുക്കുന്നത്, ആരാണ് അതിന് യോഗ്യൻ, അല്ലെങ്കിൽ ഈ റിസൾട്ട് ആർക്കാണ് പോകുന്നത്, ഈ കൺക്ലൂഷൻ, അതായത് നമ്മൾ ചെയ്യുന്ന യജ്ഞത്തിന്റെ പിന്നെ പുരുഷൻ ആരാണ്, ആ ഒരു റിസൾട്ട് അൾട്ടിമേറ്റ് കൺക്ലൂഷൻ ആർക്കാണ് പോകുന്നത് എന്ന് ഉള്ള ഒരു തർക്കം ഉണ്ടായി. അപ്പൊ ഋഷിമാരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പല രീതിയിലുള്ള തർക്കത്തിൽ ഏർപ്പെടുകയും നാരദമുനി അത് പറഞ്ഞ്, നിങ്ങൾ ഇങ്ങനെ തർക്കിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ തന്നെ ഒന്ന് പോയി അതിന് ഒന്ന് ടെസ്റ്റ് ചെയ്യണം, ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ ഒരു കൺക്ലൂഷനിൽ എത്തണം എന്ന് നാരദമുനി പറഞ്ഞു. അപ്പോ ഋഷിമാരെല്ലാരും ഇങ്ങനെ ആലോചിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും. ശരി, അത്രി മഹർഷിയോട് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു പറ്റില്ല, ഞാൻ പോവില്ല എന്ന് പറഞ്ഞു. വസിഷ്ഠ മുനിയോട് പറഞ്ഞു, അദ്ദേഹം ഡിക്ലൈൻ ചെയ്തു, പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ സ്വയമേ എല്ലാവരും നാരദ മുനിയോട് പറഞ്ഞു. നാരദ മുനി പറഞ്ഞു, ഇല്ല, എനിക്ക് കുറെ കാര്യങ്ങളുണ്ട്, ഞാൻ തിരക്കിലാണ്, നിങ്ങൾ ആരെങ്കിലും നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഋഷിമാരെല്ലാരും ഏകകണ്ഠേ അവസാനം ഒരു ഭൃഗുമുനിയെ സെലക്ട് ചെയ്തു. ഭൃഗുമുനി ശരി ആദ്യം ഡിക്ലൈൻ ചെയ്തെങ്കിലും പിന്നെ സമ്മതിക്കുകയും ത്രിമൂർത്തികളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആരാണെന്ന് കണ്ടുപിടിക്കാൻ ഭൃഗുമുനി നേരെ ആദ്യം ബ്രഹ്മലോകത്തേക്ക് ചെന്നു. ബ്രഹ്മലോകത്ത് ചെന്നപ്പോ സരസ്വതി ദേവി വീണ വായിക്കുന്നു, ബ്രഹ്മദേവൻ ധ്യാനമഗ്നായിട്ടിരിക്കുവാണ്. അപ്പോ ബ്രഹ്മലോകത്ത് ചെന്നപ്പോ ബ്രഹ്മദേവന്റെ പുത്രനാണ് ഭൃഗുമുനി. അപ്പോ സാധാരണ പിതാവിനെ കാണുമ്പോൾ ഉള്ള ഒരു റെസ്പെക്ട് കൊടുക്കാതെ അദ്ദേഹം മാറി നിന്നു. അപ്പൊ ധ്യാന നിമഗ്നായിരിക്കുന്ന ബ്രഹ്മദേവൻ ശരിക്കും ഇത് അറിഞ്ഞു, അദ്ദേഹം ഭൃഗുമുനി മകൻ വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞു. പക്ഷെ വേണ്ടതായിട്ടുള്ള റെസ്പെക്ട് ചെയ്യുന്നില്ല, എന്നെ വണങ്ങുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ അതെന്താണെന്ന് അറിയാതെ ബ്രഹ്മദേവൻ ചോദിച്ചു, കണ്ണു തുറന്നിട്ട് ചോദിച്ചു, നീ എന്താണ് വന്നിട്ട് എന്നെ റെസ്പെക്ട് ചെയ്യുന്നില്ല, ഞാൻ നിന്റെ ഫാദർ അല്ലേ, അച്ഛനല്ലേ, അപ്പൊ പിതാവല്ലേ, അപ്പൊ എന്തുകൊണ്ടാണ് എന്നെ റെസ്പെക്ട് ചെയ്യാത്തത് എന്ന് ബ്രഹ്മദേവൻ ചോദിക്കുന്നു. അപ്പൊ അപ്പൊ ബ്രഹ്മദേവന് ദേഷ്യം വന്നു, ഇത്രയും ഡിസ്റെസ്പെക്ട് ആയിട്ട്, എത്രയും ബഹുമാനിക്കാത്ത ഇതിൽ എന്റെ മകൻ നിൽക്കുവാണല്ലോ എന്ന്. അപ്പൊ ദേഷ്യം വന്നപ്പോ ഭൃഗുമുനി പറഞ്ഞു, അല്ലയോ ബ്രഹ്മദേവ പിതാവേ, അങ്ങയുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഈ ഒരു അവസ്ഥ ഒരിക്കലും വരാൻ പാടില്ല. അങ്ങ് എല്ലാം സൃഷ്ടിയുടെ ആളാണ്, അപ്പൊ ഒരിക്കലും ഈ ഒരു അവസ്ഥ വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ബ്രഹ്മദേവനോട് പറഞ്ഞു, അങ്ങേ ഒരിക്കലും ഭൗതിക ലോകത്ത് അങ്ങൾക്കായിട്ടുള്ള ഒരു പൂജകളും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പറഞ്ഞു ഭൃഗുമുനി. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം നേരെ കൈലാസത്ത് പോയപ്പോ അവിടെ ശിവപാർവതിമാര് താണ്ഡവ നൃത്തത്തിൽ ലയിച്ചിരിക്കുമായിരുന്നു. അപ്പോ ശരിക്കും പ്രഭുപാദ് പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ഭൃഗുമുനി ചെന്നിട്ട് ശിവഭഗവാൻ ഓടി വന്നു ഭൃഗുമുനിയെ കണ്ടിട്ട്, സഹോദര തുല്യനാണ്. അപ്പൊ സഹോദര എന്ന് പറഞ്ഞ് ഓടി വന്നപ്പോ പറഞ്ഞു, മാറി നിൽക്ക്, അങ്ങ് ശ്മശാനത്തിലൊക്കെ പോയി നിൽക്കുന്ന ആളാണ്, ഞാനൊരു സേജാണ്, ഞാനൊരു മഹർഷിയാണ്, എന്റെ അടുത്ത് വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത്രയും ഡിസ്റെസ്പെക്ട് കണ്ടതോടുകൂടി ശിവഭഗവാൻ നേരെ തൃശൂലം എടുക്കുകയും ഭൃഗുമുനിയെ ആക്രമിക്കാൻ വേണ്ടി വരികയും ചെയ്തു. അപ്പോൾ പാർവതീദേവി തടഞ്ഞിട്ട് പറഞ്ഞു, ബ്രഹ്മഹത്യാപാപം ഭയങ്കര ഗൗരവമുള്ളതാണ്, അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു. അപ്പോ ഭൃഗുമുനി പറയുന്നു, താങ്കൾക്കും ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, താങ്കൾ ത്രിമൂർത്തികളിൽ ഏർപ്പെടുന്ന ഒരാളല്ലേ, താങ്കളും ത്രിമൂർത്തികളിലുള്ള ഒരാളല്ലേ, താങ്കൾക്ക് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് താങ്കളെ ലിംഗരൂപത്തിലായിരിക്കും ഭൗതിക ലോകത്ത് ആരാധിക്കുക എന്ന് പറഞ്ഞു. താങ്കളുടെ പ്യുവർ സ്റ്റാഫ് ഫോമിൽ ഒരിക്കലും ആരാധിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ ശിവഭഗവാൻ ശരിക്കും ആലോചിച്ചു, ഞാൻ എന്താ പറയാ വൈരാഗിയായിട്ടാണല്ലോ നിൽക്കുന്നത്, എന്നിട്ട് എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നിങ്ങനെ ശിവഭഗവാൻ കൺഫ്യൂസ് ആയിട്ട് ആലോചിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഭൃഗുമുനി നേരെ വൈകുണ്ഠത്തേക്ക് പോകുന്നു. വൈകുണ്ഠത്ത് പോകുമ്പോ ഭഗവാൻ യോഗനിദ്രയിൽ അനന്തശായി ആയിട്ട് കിടക്കുന്നുണ്ട്. അവിടെ മഹാലക്ഷ്മിയുണ്ട്.
അപ്പൊ ഭഗവാൻ കുറെ നേരം ഭൃഗുമുനി കുറെ നേരം വെയിറ്റ് ചെയ്തു. അപ്പൊ ഭൃഗുമുനി കുറെ ഭഗവാൻ അങ്ങനെ ആ ഒരു സ്റ്റേറ്റിൽ തന്നെ കിടക്കുവാണ്. ഭഗവാൻ ഒന്നും അറിയുന്നില്ല. ഭഗവാൻ ഒന്നും അദ്ദേഹം വന്നതായിട്ട് ഭഗവാൻ ഭാവിച്ചില്ല. അപ്പോ എന്താ ഭൃഗുമുനി കുറെ നേരം കാത്തിരുന്ന് ഭൃഗുമുനിക്ക് അവസാനം ഒരു ദേഷ്യം വന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഭഗവാൻ അറിഞ്ഞിട്ടുണ്ടാവും, പക്ഷെ എന്നിട്ട് ഭഗവാൻ ഒന്നും ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്നെ എന്നുള്ള ഒരു വിഷമത്തില് ഭഗവാൻ ഭൃഗുമുനി എന്ത് ചെയ്തു, ഭൃഗുമുനിയുടെ കാലുകൾ കൊണ്ട് ഇങ്ങനെ ചവിട്ടി ഭഗവാന്റെ നെഞ്ചിലേക്ക് ഇങ്ങനെ ഒരു കിക്ക് കൊടുത്തു. അപ്പോ ഭഗവാൻ ചാടി എഴുന്നേറ്റിട്ട് ഭഗവാൻ ഭൃഗുമുനി അടുത്ത് ചോദിച്ചു, ഓ ഹലോ ഭൃഗുമുനി, താങ്കൾ വന്നോ, എന്നോട് ക്ഷമിക്ക്, ഞാൻ താങ്കൾക്ക് വേണ്ടതായിട്ടുള്ള റെസ്പെക്ട് ഞാൻ തന്നിട്ടില്ല, എന്നോട് ക്ഷമിക്ക്. ഞാൻ ഒരുപാട് അവതാരങ്ങൾ എടുക്കുകയും ഒരുപാട് അസുരന്മാരെ വധിക്കുകയും അങ്ങനെ ഒരുപാട് ദുഷ്ടരെ കാണുകയും ഒക്കെ ചെയ്ത് എന്റെ ഹൃദയം കല്ലുപോലായിരിക്കുവാണ്. എന്റെ ഹൃദയത്തിൽ ചവിട്ടി അങ്ങയുടെ പാദങ്ങൾ വേദനിച്ചോ എന്ന് ഭഗവാൻ ഭൃഗുമുനിയോട് ചോദിക്കുന്നുണ്ട്. ഭൃഗുമുനി അത്ഭുതപ്പെട്ടു പോയി. ശരിക്കും അപ്പോഴാണ് ഭൃഗുമുനിയുടെ ആ ഒരു അവസ്ഥ, എന്താണ് ഞാൻ ചെയ്തത്, എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്, ഇത്രയും കാരുണ്യവാനായിട്ടുള്ള പരമോത്തമ പുരുഷനായ ഭഗവാനെ ഞാൻ ചവിട്ടിയോ എന്ന് ഭൃഗുമുനി തിരിച്ചറിഞ്ഞു. എന്നിട്ട് ഭഗവാൻ എന്ത് ചെയ്തു, ഭൃഗുമുനിയെ അവിടെ ഇരുത്തുകയും ഭഗവാൻ ഭൃഗുമുനിയുടെ പാദങ്ങൾ പതുക്കെ അങ്ങക്ക് ഈ പാദം വേദനിച്ചോ എന്ന് പറഞ്ഞ് തടവി കൊടുക്കുകയും, ഭൃഗുമുനിക്ക് ഇതിൽ വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഭൃഗുമുനിക്ക് ഒരു തേർഡ് ഐ ഉണ്ടായിരുന്നു, ഒരു മൂന്നാമത്തെ ഒരു കണ്ണ്, അത് പാദത്തിലായിരുന്നു. ആ തേർഡ് ഐ ഭഗവാൻ തടവി അതിനെ അകത്തേക്കാക്കുകയും ആ തേർഡ് ഐ ആയിരുന്നു ഭൃഗുമുനിയുടെ അഹങ്കാരം. ആ തേർഡ് ഐ ഭഗവാൻ ആ പാദം തടവി ആ തേർഡ് ഐനെ, ആ മൂന്നാമത്തെ കണ്ണിനെ അകത്തേക്കാക്കുകയും ഭൃഗുമുനിയുടെ അഹങ്കാരം തീരുകയും ചെയ്തു. ആ അവസ്ഥയിൽ ഭൃഗുമുനി ആലോചിച്ചു, ഞാൻ എന്ത് അപരാധമാണ്, നമ്മളാണ് ഭഗവാനെ ആരാധിക്കാൻ, ഭഗവാനെ സേവിക്കേണ്ടത്, ആ ഭഗവാൻ എന്നെ തിരിച്ചു സേവിക്കുന്നു എന്ന്, ഞാൻ എന്ത് കൊടിയ പാപമാണ് ഞാൻ ചെയ്തത്, എന്നോട് ക്ഷമിക്കണേ ഭഗവാനെ എന്ന് പറഞ്ഞ് ഭഗവാന്റെ അടുത്ത് ക്ഷമാപണം നടത്തുകയും ഭൃഗുമുനി തിരിച്ച് നൈമിഷാരണ്യത്തിൽ പോവുകയും ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം അവിടുത്തെ മഹർഷിമാരോട് എല്ലാവരോടും വിവരിക്കുകയും ഭഗവാനാണ് അൾട്ടിമേറ്റ് എന്ന് ഭൃഗുമുനി ഡിക്ലെയർ ചെയ്യുകയും ചെയ്തു. അവിടെ പ്രസ്താവിച്ചു, ഭഗവത് സേവനമാണ്, ഭഗവാനാണ് നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരേ ഒരാള് എന്ന് അവർ പറഞ്ഞു. അപ്പോ ഋഷിമാര് ചോദിക്കുവാണ്, നമ്മൾ കലിയുഗമാണ് വരുന്നത്. അപ്പൊ അവരുടെ ചോദ്യങ്ങളിൽ ഇതും ഉണ്ടായിരുന്നു, അതായത് കലിയുഗമാണ് വരുന്നത്, ഈ കലിയുഗത്തിൽ മനുഷ്യരെന്ന് പറഞ്ഞാൽ ഭയങ്കരമായ പാപം കൊണ്ട് നിറഞ്ഞവനാണ്. അപ്പൊ ഈ പാപം എല്ലാം ഒരുപാട് ബാഡ് ക്വാളിറ്റീസ് ആണ് ഫുൾ. അപ്പൊ ഈ ബാഡ് ക്വാളിറ്റീസിൽ എല്ലാം ഓവർസീ ചെയ്യുന്ന ഒരാൾ വേണം, പല കാര്യങ്ങളും കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരാൾ വേണം. എന്നിട്ട് അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഒരു മൈന്യൂട്ട് സർവീസ്, ഒരു ചെറിയ സേവനത്തിന് പോലും മാക്സിമം ബെനിഡിക്ഷൻ, മാക്സിമം ആയിട്ടുള്ള അനുഗ്രഹം കൊടുക്കുന്ന ഒരാൾ വേണം. ആ ആൾ ആരാണെന്ന് ഇപ്പൊ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ആ ആള് കണ്ടുപിടിച്ചു. ആ ആള് വേറെ ആരുമല്ല, പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനാണ് എന്ന് അവിടെ ഭൃഗുമുനി ഡിക്ലെയർ ചെയ്തു. ഇവിടെ പ്രഭുപാദ് ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഒരു ജയിലില് ഇപ്പോ അവിടെ ഒരു തടവുകാരൻ വരുവാണ്. ആ തടവുകാരൻ വന്നു കഴിഞ്ഞാൽ അവിടെ എന്താണ് സൂപ്പറിൻറ്റൻഡന്റ്, അതായത് ആ ജയിലിൽ ആരെങ്കിലും നമുക്ക് പരിചയമുണ്ടെങ്കിൽ, ജയിലിൽ ഏതെങ്കിലും ഓഫീസേഴ്സിനെ നമുക്ക് പരിചയമുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ചെറിയ ഫെസിലിറ്റീസ് നമുക്ക് അവിടെ കിട്ടും. ഈ ഫെസിലിറ്റീസിന് നമുക്ക് ചെറിയ ഫെസിലിറ്റീസ് ഒക്കെ കിട്ടും, നമ്മൾ അതിനെ എൻജോയ് ചെയ്യും, ജയിലിൽ നിന്ന് ഇറങ്ങും. അതായത് നമ്മുടെ കാലം കഴിയുമ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങും. അപ്പോൾ അവിടെ പ്രഭുപാദ് പറഞ്ഞൊരു എക്സാമ്പിൾ, ഒരു യങ് ബോയ് ഉണ്ടായിരുന്നു. ഒരു യങ് ബോയ് അവൻ ഏതോ ഒരു ക്രിമിനൽ ആക്ടിൽ ചെയ്തു, ഒരു ക്രിമിനൽ കുറ്റം ചെയ്തിട്ട് അവൻ ജയിലിനകത്തായി. അപ്പോൾ ജയിലിലായപ്പോ ഈ യങ് ബോയ് ആണെങ്കിൽ നന്നായിട്ട് ഒരു എഡ്യൂക്കേഷൻ ഒക്കെ ഉള്ള ഒരു പയ്യനായിരുന്നു. അപ്പോ അവിടുത്തെ സൂപ്പറിൻറ്റൻഡന്റിനൊക്കെ ഈ യങ് ബോയിനെ നല്ല സംസാരിക്കുന്നു, നല്ല വിദ്യാഭ്യാസം ഉണ്ട് എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു അനുകമ്പ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ജയിലിൽ എന്താ ചെയ്യേണ്ടത്, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ ഓരോ ദിവസവും ഓരോ ജോലികൾ പ്രിസണേഴ്സിന് കൊടുക്കും. ജയിലിലുള്ള ആൾക്കാർക്ക്, ജയിൽ പുള്ളികൾക്ക് കൊടുക്കാറുണ്ട്. അതായത് പാറ പൊട്ടിക്കലായിരിക്കും, ചിലപ്പോ കിളയ്ക്കാന്, കൃഷി, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊടുക്കാറുണ്ട്. അപ്പോ ഈ കൊച്ചു പയ്യനെ, അതായത് ഈ പയ്യൻ വന്നിട്ട് ഈ സൂപ്രണ്ടിന്റെ അടുത്ത് പറയും, എനിക്ക് ഈ പാറ പൊട്ടിക്കലൊന്നും നടക്കില്ല, എനിക്ക് അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് വേറെന്തെങ്കിലും ഒരു ഇത് ചെയ്യാൻ തരണം, വേറെന്തെങ്കിലും ഒരു ഫേവർ ആയിട്ട് ചെയ്തു തരണം എന്നിങ്ങനെ പറയുന്നു. അപ്പോൾ ഈ സൂപ്രണ്ടിന് അദ്ദേഹത്തിനോട് ഒരു ചെറിയ ഒരു അനുകമ്പ തോന്നുകയും അദ്ദേഹം പറയും, ശരി, നീ പഠിച്ചിട്ടുള്ള കുട്ടിയല്ലേ, പഠിച്ചിട്ടുള്ള പയ്യനല്ലേ, നീ ഒരു കാര്യം ചെയ്യും, നാളെ ഓഫീസിൽ എന്റെ അടുത്ത് വാ, എനിക്ക് ടൈപ്പ് റൈറ്റിംഗിൽ എന്നെ സഹായിക്കൂ.
എന്ന് പറയും. അപ്പൊ അത് ഒരു ഫേവർ ആണ്. അതായത് ഈ പാറ പൊട്ടിക്കൽ നിന്ന് നേരെ ഓഫീസ് വർക്കാണ് കിട്ടിയത്. അപ്പോ ഇവിടെ പ്രൂബർ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് താൽക്കാലികമായിട്ടുള്ള ഫെസിലിറ്റീസ് നമുക്ക് ഫെസിലിറ്റീസ് കിട്ടും. ജയിൽ തന്നെയാണ്. ജയിലിൽ നിന്ന് ഇതുപോലെ നമുക്ക് ചില പ്രമുഖരായിട്ടുള്ള വ്യക്തികളെ നമ്മൾ പ്ലീസ് ചെയ്യുമ്പോൾ നമുക്ക് ചില ഫെസിലിറ്റീസ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. പക്ഷെ ജയിലിൽ നിന്ന് റിലീസ് ആവാൻ പറ്റില്ല. ജയിലിൽ നിന്ന് ഒരിക്കലും പുറത്തിറങ്ങാൻ പറ്റില്ല. നമുക്ക് ജയിലിനുള്ളിൽ ഇപ്പൊ പാറ പൊട്ടിക്കുന്ന പണിയിൽ നിന്ന് ആ പയ്യന് ടൈപ്പ് റൈറ്റിംഗ് എന്നുള്ള പണിയിലോട്ട് ആ ഒരു ഫേവർ കിട്ടിയതുപോലെ നമുക്ക് ഒരിക്കലും ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. അതുപോലെയാണ് ഡെമിഗോഡ്സിന് ഒരിക്കലും നമ്മളുടെ ശാശ്വതമായ പരിഹാരം, അതായത് ജന്മ മൃത്യു ജരാവ്യാധി എന്ന് പറയുന്ന ശാശ്വതമായ പരിഹാരത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ജനന മരണ ചക്രത്തിൽ നിന്ന് ഒരിക്കലും ഡെമിഗോഡ്സിനെ നമ്മളെ പുറത്തിറക്കാൻ പറ്റത്തില്ല. ഡെമിഗോഡ്സിന് എപ്പോഴും നമുക്ക് ഇതിനകത്ത് നിന്ന് നമുക്ക് കുറെ ഫേവർ, ചിലപ്പോൾ പറയും എനിക്ക് ഇതിനേക്കാളും നല്ല വലിയ വീട് വേണം, അല്ലെങ്കിൽ വലിയൊരു കാർ എടുക്കണം, അല്ലെങ്കിൽ അങ്ങനെ ജോലിയിൽ നിന്ന് പ്രൊമോഷൻ വേണം, ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾക്ക് നമുക്ക് ഡെമിഗോഡ്സ് ചിലപ്പം സഹായിച്ചേക്കാം. അപ്പൊ അങ്ങനെയുള്ള ചെറിയ ചെറിയ ഫേവേഴ്സ് ഇവിടെ എൻജോയ്മെന്റിനുള്ള ചെറിയ ഫേവേഴ്സ് നമുക്ക് ചിലപ്പോൾ കിട്ടും. പക്ഷെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് എന്താ പറയുന്നത്, ജന്മ മൃത്യു ജരാവ്യാധി. അപ്പൊ ഡെമിഗോഡ്സിനെ ആരാധിക്കുന്നവർക്ക് ചില ഫെസിലിറ്റീസ് കിട്ടും. പക്ഷെ എന്നേക്കുമായി ഈ പ്രിസൺ എന്ന് പറയുന്ന ഈ ഒരു കാരാഗ്രഹത്തിൽ നിന്നും, ഭൗതികമായിട്ടുള്ള കാരാഗ്രഹത്തിൽ നിന്നും ഒരിക്കലുമേ മോചനമില്ല ഡെമിഗോഡ്സിനെ ആശ്രയിക്കുന്നു. ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി, നമ്മുടെ പുണ്യങ്ങളെല്ലാം തീരുമ്പോ വീണ്ടും ഇവിടെ തന്നെ വരേണ്ടി വരും. അപ്പോ ഭഗവാനെ ശരണം പ്രാപിച്ചില്ലെങ്കിൽ ജന്മ മൃത്യു ജരാവ്യാധി എന്ന് പറയുന്ന കാര്യങ്ങളിലൂടെ നമ്മൾ പൊക്കോണ്ടേയിരിക്കും. ഇവിടെ പറയുന്നത് 4 തരത്തിലുള്ള ആൾക്കാർ എന്നെ ഭജിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതായത് 7:15 7:15 പറയുന്നത്, ദുഷ്കൃതരായ മൂഢന്മാരും മനുഷ്യാധമന്മാരും മായയാൽ അപഹരിക്കപ്പെട്ട ജ്ഞാനത്തോടു കൂടിയവരും നിരീശ്വരരുമായ അസുരന്മാർ എന്നെ ശരണം പ്രാപിക്കുന്നില്ല. അപ്പൊ 4 തരത്തിലുള്ള ആൾക്കാർ ഭഗവാനെ ശരണം പ്രാപിക്കുന്നില്ല. അവരിങ്ങനെ ഈ ഒരു ജനന മരണ ചക്രങ്ങളിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. എന്നാൽ എന്താണ് 4 തരത്തിലുള്ള ആൾക്കാർ ഭഗവാനെ ശരണം പ്രാപിക്കുന്നുണ്ട്. ഹേ ഭരതകുലശ്രേഷ്ഠ 7:16 പറയുന്നുണ്ട്, ഹേ ഭരതകുലശ്രേഷ്ഠ, സുഹൃതികളായ 4 കൂട്ടരാണ് എന്നെ ഭജിക്കുന്നത്. ദുഃഖിതൻ, ധനകാംക്ഷി, ജിജ്ഞാസു, പരമസത്യത്തെ അന്വേഷിക്കുന്ന ജ്ഞാനി. അപ്പോ ഈ 4 കൂട്ടര് ഭഗവാനെ ഭജിക്കുന്നു. 4 കൂട്ടർ ഭജിക്കുന്നില്ല, 4 കൂട്ടർ ഭജിക്കുന്നു. ഇനി വേറെ ചില കൂട്ടർ എന്ത് ചെയ്യുന്നു? വേറെ ചില കൂട്ടര് ഉപദേവതകളെ, അതായത് ഡെമിഗോഡ്സിനെ ആശ്രയിക്കുന്നവരുണ്ട്. ഭഗവത്ഗീത 7, 20, 21, 22, 23 എന്നീ ശ്ലോകങ്ങളിൽ ഡെമിഗോഡ്സ് ഡെമിഗോഡ്സിനെ ആരാധിക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. അതായത് ഭൗതികാഭിലാഷം 7:20 ഭൗതികാഭിലാഷങ്ങളിൽ അപഹരിക്കപ്പെട്ട ജ്ഞാനത്തോട് കൂടിയവർ ദേവന്മാരെ ശരണം പ്രാപിക്കുന്നു. പ്രത്യേക നിയമങ്ങളും നിബന്ധനകളും അനുസരിച്ച് അവർ സ്വപ്രകൃതിയാൽ ദേവന്മാരെ ആരാധിക്കുന്നു. രണ്ടാമത് 7:21 ഞാൻ പരമാത്മരൂപേണ സർവ്വഹൃദയങ്ങളിലും കുടികൊള്ളുന്നു. ഏത് ദേവതയെ ആരാധിക്കാൻ ആഗ്രഹിക്കുന്നു ആ പ്രത്യേക മൂർത്തിയിൽ മുഴുവൻ ശ്രദ്ധയും കേന്ദ്രീകരിക്കത്ത വിധം ഒരാളുടെ വിശ്വാസം ഉറപ്പിക്കുന്നത് ഞാനാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചെറിയ സ്വാതന്ത്ര്യം നമുക്ക് ഭഗവാൻ തന്നിട്ടുണ്ട്, ആരെയാണ് ആശ്രയിക്കേണ്ടതെന്ന്. ആ ആശ്രയം എങ്ങോട്ടാണോ നമ്മുടെ ഫോക്കസ് പോകുന്നത് അതനുസരിച്ചിട്ട് നമ്മുടെ ശ്രദ്ധ മുഴുവനും ഭഗവാൻ അതിനെ ആംപ്ലിഫൈ ചെയ്യുന്നു, അതിനെ കൂട്ടിത്തരുന്നു. എന്താണ് വേണ്ടത് അത് ഭഗവാൻ സാങ്ഷൻ ചെയ്തു തരുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ഈ ഫെസിലിറ്റീസ് എല്ലാം സാങ്ഷൻ ചെയ്യുന്നത്, അൾട്ടിമേറ്റ് സാങ്ഷനിങ് എന്ന് പറഞ്ഞാൽ ഭഗവാനാണ്. അത് ആദ്യമേ മനസ്സിലാക്കേണ്ടതാണ്. പ്രഭുപാദ് പറയുന്നത് അത് ആദ്യമേ മനസ്സിലാക്കണം. ഈ ഉപദേവതകൾ പോലും, ഈ ദേവന്മാര് പോലും അവര് സ്വതന്ത്രരല്ല, അവരും ഭഗവാന്റെ അണ്ടറിലാണ്. അപ്പൊ ഇതെല്ലാം അവരുടെ ഈ ഫെസിലിറ്റീസ് കൊടുക്കുന്നത് നമ്മളവരോട് പറയുമ്പോൾ അവര് നേരെ ഭഗവാനോടാണ് പറയുന്നത്. ഭഗവാനാണ് അൾട്ടിമേറ്റ് സാങ്ഷനിങ് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രത്യേക മൂർത്തിയിൽ മുഴുവൻ ശ്രദ്ധയും കേന്ദ്രീകരിക്കത്ത വിധം ഒരാളുടെ വിശ്വാസം ഉറപ്പിക്കുന്നതും ഞാനാണ്. വീണ്ടും 22 പറയുന്നു, അങ്ങനെ വിശ്വാസം ഉറച്ചു ഒരു ദേവനെ ആരാധിക്കാൻ മുതിരുന്ന വ്യക്തിക്ക് താൻ ഇച്ഛിക്കുന്നത് കൈവരും. വാസ്തവത്തിൽ ഈ അഭീഷ്ടം നിറവേറ്റുന്നതും ഞാൻ തന്നെ. 23 പറയുന്നത്, മൂഢന്മാരാണ് ദേവന്മാരെ ആരാധിക്കുന്നത്. അപ്പൊ ഈ 7:23 പറയുന്നത്, അന്തബന്ധു ഫലം തേഷാം തദ്ഭവത്യ അല്പമേധസാം, അല്പമേധസ്സുകളായ, അതായത് അല്പബുദ്ധികളായ, ഇവിടെ പറയുന്നത് മൂഢന്മാരാണ് ദേവന്മാരെ ആരാധിക്കുന്നത്. ഇവിടെ ക്ലിയർ ആയിട്ടാണ് പറയുന്നത്. അവർക്ക് കിട്ടുന്ന ഫലമാകട്ടെ തുച്ഛവും ക്ഷണികവും അത്രേ.
ദേവന്മാരെ പൂജിക്കുന്നവർ ആ ദേവന്മാരുടെ ലോകത്തെത്തും. എന്റെ ഭക്തരാകട്ടെ പരമോന്നതമായ എന്റെ നാമത്തിൽ എത്തിച്ചേരുന്നു. ഇവിടെ ഭഗവാൻ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഭഗവാൻ പ്രസ്താവിക്കുന്നുണ്ട്. ദേവന്മാരെ ആരാധിക്കുന്നവർ അവരുടെ ലോകത്തേക്ക് പോകും, എന്റെ ഭക്തന്മാർ എന്റെ ലോകത്തേക്ക് എന്റെ ധാമത്തിലേക്ക് തിരിച്ചെത്തുന്നു എന്ന് ഭഗവാൻ പറയുന്നു. ലെസ് ഇന്റലിജന്റ് പീപ്പിൾ എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്, അല്പബുദ്ധികളായവർ. അപ്പോൾ കണ്ടീഷൻഡ് ആയിട്ടുള്ള ബദ്ധാത്മാക്കൾ എപ്പോഴും ലസ്റ്റും ഗ്രീഡിനെസ്, കാമവും അത്യാർത്ഥിയുമായിട്ട് എപ്പോഴും അരഞ്ഞുകൊണ്ടേയിരിക്കും. അവർക്ക് ബുദ്ധിയില്ലാത്തവരാണ്, നഷ്ടബുദ്ധികളാണ് അവർ. അപ്പോ അവര് എപ്പോഴും ദേവന്മാരെ ടെമ്പററി ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട്, താൽക്കാലികമായ സുഖത്തിന് വേണ്ടിയിട്ട് എപ്പോഴും ആരാധിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോ നമ്മളുടെ റിയൽ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മെറ്റീരിയൽ കണ്ടീഷനിൽ നിന്ന് പുറത്തിറങ്ങുക, ഈ ജനന മരണ ചക്രങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുക, ജന്മ മൃത്യു ജരാവ്യാധിയിൽ നിന്ന് പുറത്തിറങ്ങുക എന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ആ യങ് ബോയ് ആ പ്രിസണിൽ നിന്ന് ഒരിക്കലും റിലീസ് ആവുന്നില്ല. അവന് കുറച്ച് ഫെസിലിറ്റീസ് അവിടെ കിട്ടുന്നല്ലാണ്ട് അവൻ ഒരിക്കലും പുറത്തിറങ്ങുന്നില്ല. അപ്പൊ ഇവിടെ പ്രഭുപാദ് പറയുന്ന വെച്ചാൽ ഭഗവത്ഗീത 7.17 എന്ന് പറയുന്നതില് ഇത് എങ്ങനെ പുറത്തിറങ്ങണം എന്നാണ് പറയുന്നത്. അതായത് ജ്ഞാനസഹിതമായ ശുദ്ധ ഭക്തിയുത സേവന നിരതനായിരിക്കുന്നവനാണ് ഇവരിൽ വെച്ച് ഉത്തമൻ. അയാൾക്ക് ഞാൻ ഏറ്റവും പ്രിയപ്പെട്ടവനാണ്, അയാൾ എനിക്ക്. ഭക്തിയുത സേവനത്തിലൂടെ മാത്രമേ നമുക്ക് ഭഗവാനെ പ്രീതിപ്പെടുത്താൻ പറ്റൂ. ഭക്തിയുത സേവനത്തിലൂടെ മാത്രമേ നമുക്ക് ഭഗവാന്റെ ധാമത്തിലേക്ക് പോകാൻ പറ്റൂ. ഭക്തിയുത സേവനത്തിലൂടെ മാത്രമേ നമുക്ക് ജനന മരണ ചക്രങ്ങളിൽ നിന്ന് ഈ ഒരു ചക്രത്തിൽ നിന്ന് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. അപ്പോ ഇവിടെ പറയുന്ന ഇത് ഒരു പ്രിസൺ ഹൗസ് ആണ്. അപ്പോ ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ കൃഷ്ണാവബോധത്തിലേക്ക് വരണം, മറ്റൊരു വഴിയുമില്ല എന്നാണ് പ്രഭുപാദ് ഇവിടെ ഊന്നി പറയുന്നത്. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ഡൗട്ട്സ് ആൻഡ് ഇതുണ്ടെങ്കിൽ ദയവ് ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, അല്ലെങ്കിൽ സീനിയർ ഡിവോട്ടീസിനോട് ചോദിച്ചിട്ട് പറയാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ രുക്മിണി ദേവി ദാസി, വളരെ സന്തോഷം, ഹൃദയം നിറഞ്ഞ പ്രണാമം. ഇതിനെ കണ്ടിന്യൂ ചെയ്യണം, നിർത്തിക്കളയരുത്. ഇപ്പൊ കിട്ടിയ സന്തോഷം എവിടെന്നെങ്കിലും കിട്ടുന്നുണ്ടോ ചോദിച്ചോട്ടെ ഞാൻ. അപ്പൊ ഇത് കണ്ടിന്യൂ ചെയ്യണം. ഞങ്ങളെ പോലെ വയസ്സായവരെ കേൾക്കാൻ ശ്രോതാക്കളാക്കി നിർത്തിയിട്ട് നിങ്ങൾ പറയണം, അത് കേൾക്കണം. അത് വളരെ സന്തോഷം. പിന്നെ പറഞ്ഞതില് ഇപ്പൊ ഞാൻ ഒരാഴ്ച 2 ആഴ്ചയോളമായി ക്ലാസ്സിൽ കയറിയിട്ട്. ഇന്ന് രുക്മിണി ദേവി എന്ന് പറഞ്ഞത് ഞാൻ ചാടി ഇരിക്കുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ്. അത്രയും ടയേർഡാണ് ഞാൻ. പിന്നെ ഇത് ഭൃഗുവിന്റെ തേടായി, അത് ഞാൻ ഇന്നാ എനിക്കത് പൂർണ്ണമായി. കഥ അറിയായിരുന്നു, ഈ തേടായിയുടെ ഞാൻ ഇപ്പൊ രുക്മിണി ദേവി പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. പിന്നെ ഒരു കാര്യം, നമ്മളെ ഈ ഇപ്പൊ അതായത് വെറൈറ്റീസ്, വൈരുദ്ധ്യവും വൈവിധ്യവും, അത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. നമുക്ക് ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾ പറയണേ. നമ്മളിപ്പോ ഈ ഭൂമിയിൽ എത്ര അതായത് ബ്രഹ്മാവിന്റെ പ്രാർത്ഥനയിൽ പറയുന്നു, പ്രപഞ്ചത്തിലെ സർവ്വവിധ ദർശന വിശേഷങ്ങളായ ആവിഷ്കരണങ്ങളും ഗന്ധർവന്മാർ, അപ്സരസുകൾ, യക്ഷന്മാർ, വലിയ ശ്ലോകമാണ്, ഞാൻ വേഗം പറഞ്ഞുവിടാം. സിദ്ധർ സാധ്യർ, അതായത് ഭഗവാന്റെ ഈശ്വര സൃഷ്ടിയിലുള്ള കാര്യങ്ങള്, വർത്തമാനം ഭാവി ഭൂതം എല്ലാം സനാതനമായ വിശ്വരൂപത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. എന്നിരുന്നാലും അദ്ദേഹം അവയ്ക്കെല്ലാം അതീന്ദ്രിയനും 9 ഇഞ്ചിൽ കൂടുതലല്ലാത്ത രൂപത്തിൽ ശാശ്വതനായി നിലകൊള്ളുകയും ചെയ്യുന്നു. അപ്പൊ ഭഗവാന്റെ ആ ഈശ്വരന്റെ സൃഷ്ടിയിലുള്ള കാര്യങ്ങളാ പറഞ്ഞിരിക്കുന്നത്. അതിൽ നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഭൂമിയിൽ ഇപ്പൊ ഈ ജീവജാലങ്ങളെ ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഞാൻ പറയുന്ന ഒരു ചെറിയ പുൽക്കൊടി, നമ്മള് മനുഷ്യരെന്ന് പറയുന്നത് വളരെ ആരോഗ്യവാന്മാര്, എന്തെല്ലാം കഴിവുകളുള്ളവരാണ് ഈ മനുഷ്യൻ. ഈ മനുഷ്യന് ഒരു ദിവസം രായും പകലും വെളിയിൽ നിൽക്കാൻ പറ്റുമോ? പറ്റില്ല. നമ്മുടെ ശരീരം അങ്ങനെ നിർമ്മിച്ചിരിക്കുന്നു. അപ്പൊ ഈ ഒരു പുൽക്കൊടിക്ക് രായും പകലും വെയിലോ മഴയോ മഞ്ഞോ ഒന്നുമില്ലാതെ അവര് ചിലപ്പം വർഷങ്ങൾ നിൽക്കുന്ന സസ്യങ്ങൾ കാണും, ചിലപ്പം വളരെ വേഗം ഐസ് തീരുന്ന ഇത് കാണും. അപ്പൊ അതാണ് ആ വൈരുദ്ധ്യവും വൈവിധ്യം ഈശ്വരന്റെ സൃഷ്ടി എന്ന് പറയാം നമ്മൾ മനസ്സിൽ. ഞാൻ കൂടുതൽ പറഞ്ഞ് ബോറാക്കുന്നില്ല. അപ്പൊ മനസ്സിലായല്ലോ, അത് ഈശ്വരന്റെ സൃഷ്ടി. അപ്പൊ ഇനി ഇത് കണ്ടിന്യൂ ചെയ്യണം. നിങ്ങളൊക്കെ ആ വാക്കുകൾ, നമുക്ക് മെമ്മറി പവറില്ല, വാക്കുകൾ ഇഴഞ്ഞിഴഞ്ഞ്. ഞാൻ ഐശ്വര്യ മാതാജിയുടെ അടുത്ത് പറയും, മാതാജി എന്നെ പിടിച്ച് ഇരുത്തല്ലേ, ആള് കേൾക്കുന്നവർക്ക് ബോറിംഗ് ആകും.
ഇങ്ങനെ ഇതുപോലെ യങ് ആയിട്ടുള്ളവരെ പിടിച്ചിരുത്തണമെന്ന് പറയും. അപ്പൊ നിങ്ങള് ഇത് നിർത്തിക്കളയരുത്, തുടരണം. ഹരേ കൃഷ്ണ, ഹരി ബോൽ, ഹരി ബോൽ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വേറെ ആർക്കും വേറൊന്നും പറയാനില്ലാന്ന് തോന്നുന്നു. ഹരേ കൃഷ്ണ. പരമാനന്ദ പ്രഭു എന്നും കമന്റ് പറയുന്നതാണ്. ഇന്ന് സഹോദരി ആയപ്പോ ഒന്നും മിണ്ടുന്നില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇന്ന് ഒന്നും മിണ്ടുന്നില്ല. എന്തെന്നറിയാമോ? ചേച്ചിയാണ്. നീ അനിയ എന്തെങ്കിലും പറഞ്ഞ ഇവനെ വരട്ടണമെങ്കിലോ, അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. അങ്ങനെയല്ല, പരമാനന്ദ എന്നോട് പറഞ്ഞത് രുക്മിണി മാജിക്ക് നിറയെ സ്റ്റോറീസ് അറിയാന്ന്. പക്ഷെ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കത് മനസ്സിലായി. പരമാനന്ദ പ്രഭു പറഞ്ഞ കറക്റ്റ് ആയിരുന്നു. താങ്ക് യു പ്രഭു. അറിയാം, നിങ്ങളെ പോലുള്ള എല്ലാവർക്കും അറിയാം. നിങ്ങൾ രംഗത്തെത്തണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരി ബോൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാജി ഇന്ന് കഥാപ്രഭു ലൈവ് ഉണ്ടോ? പ്രഭു, കഥാനന്ദ പ്രഭുവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നു അവിടെ പോയിട്ട് ഫോൺ എടുക്കാതെ പോയോന്ന് അറിയുന്നില്ല. രാവിലെ അങ്ങോട്ട് പോകുന്നു പറഞ്ഞു, കിട്ടുന്നില്ല വിളിച്ചിട്ട്. ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ പ്രഭു. ഓക്കെ, ഹരേ കൃഷ്ണ. ഗൗരവ് മാജി എന്തോ പറയാൻ വന്നു, പറയണം മാജി. ഹരേ കൃഷ്ണ. താങ്ക് യു രുക്മിണി മാതാജി. ഞാനും ആക്ച്വലി പരമാനന്ദ പ്രഭു എന്ത് പറയുമെന്ന് കേൾക്കാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു. പ്രഭു പറഞ്ഞിട്ട് പറയാന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. അപ്പൊ വേറെ ഇതൊന്നും ഹരേ കൃഷ്ണ. ആശ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടാ, കണക്ട് ചെയ്ത് എല്ലാം പറഞ്ഞു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. ഹരേ കൃഷ്ണ. പ്രണാമം മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഓ, ഹരേ കൃഷ്ണ. ആഫ്റ്റർ എ ലോങ് ഡേയ്സ്, കുറെ നാൾക്ക് ശേഷം മാതാജിയുടെ ഈ ഒരു പ്രസന്റേഷൻ കേൾക്കാൻ പറ്റി. നന്നായിരുന്നു. വളരെ നല്ല കൊട്ടേഷൻസ്, ക്ലാസ്സിനെ എല്ലാം കണക്ട് ചെയ്തു, ശ്ലോകാസ് എല്ലാം റിലേ ചെയ്ത്, അതിലുപരി എല്ലാത്തിനെയും കണക്ട് ചെയ്ത് വിത്ത് സ്റ്റോറീസ്. ഈ പറഞ്ഞ ഒരു വാസ്റ്റ് സബ്ജക്റ്റ്, ഈ പറഞ്ഞ പോലെ ഭഗവാന്റെ എക്സ്പാൻഷൻസും അല്ലെങ്കിൽ ഭഗവാന്റെ ആ ഒരു വിസ്തരണങ്ങളെ കുറിച്ചൊക്കെ ക്ലാസിന്റെ ഒരു ഇതാണ് പ്രസന്റ് ചെയ്തു. സോ ഹാപ്പി. അപ്പം വീണ്ടും വീണ്ടും ഈ ഒരു സേവനത്തിൽ പങ്കുകൊള്ളണം. കുറെ ശ്രമിക്കാൻ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കഥാനന്ദ പ്രഭു എടുക്കുന്നില്ല പരമാനന്ദ പ്രഭു. ഓക്കെ, കുഴപ്പമില്ല, സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു രുക്മിണി മാജി. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപത രൂപേശ്വ കൃപാ സിന്ധുഭ്യോ ജപൽദാന ഭവനേഭ്യോ अनंतकोटि वैष्णव वृंद की जय. नामचार्य हरिदास ठाकुर की जय. श्रील प्रभुपाद की जय. श्रील गुरुदेव की जय. गौर प्रेमानंदे. हरि हरि. हरे कृष्णा. हरे कृष्ण.